ഹല്ലേലൂയ ഹല്ലേലൂയ. എഴുന്നേറ്റിരിക്കാവോ? ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് വചനം കേൾക്കാം. ദൈവങ്ങൾ എത്ര ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ. ജോസഫ് പറഞ്ഞതുപോലെ പിതാവ് ഞാനിപ്പോൾ നടത്തിയ മിക്കവാറും എല്ലാ കൺവെൻഷൻ്റെയും ഉദ്ഘാടനത്തിനായിട്ട് അഭിവൃദ്ധി പിതാവ് വരും. എനിക്കൊന്ന് ഈ കൺവെൻഷൻ നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അഭിവൃദ്ധി സെബാസ്റ്റ്യൻ പിതാവാണ്. പിതാവിൻ്റെ വലിയ വാത്സല്യവും ഒക്കെ നമ്മുടെ മേലുണ്ട്. എന്നോട് പ്രത്യേകിച്ച് പിതാവിനോട് വാത്സല്യവും സ്നേഹവും അനുഗ്രഹം കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പം ഈ വൈദികർ, ഇത്രയും വൈദികർ, ഇതെനിക്കൊന്ന് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വൈദികരുണ്ടായിരുന്ന മാരാമൻ കൺവെൻഷനും പോയപ്പോഴായിരുന്നു. പല റീത്തുകളിലുള്ള അച്ഛന്മാർ. പക്ഷേ ഇന്ന് ഇവിടെ ഞാൻ കാണുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. പണ്ട് 2000-ലാണെന്ന് തോന്നുന്നു മൂന്നാറിൽ ഒരു കൺവെൻഷൻ നടന്ന് നോക്കുക. ഞങ്ങൾ മൂന്നാർ സോണിലെ അച്ഛന്മാരെല്ലാവരും കൂടെ കൂടി നേതൃത്വം കൊടുത്ത ഒരു കൺവെൻഷൻ അത്ഭുതമായിരുന്നു. ആയിരങ്ങൾ വന്നിട്ട് അവസാനം വീടയിൽ ഇപ്പം നമ്മുടെ ഗ്രൗണ്ട് നിറഞ്ഞു. നാളെ വന്നാൽ എവിടെ ഇരുത്തും എന്നൊക്കെ ഞാൻ ആലോചിക്കണേ. അതുപോലെ ആളുകൾ വന്നു. അച്ഛന്മാരെല്ലാം കൂടെ കൂടി പ്രാർത്ഥിച്ചു. അച്ഛന്മാരുടെ ഒരു വലിയ കൂട്ടായ്മയാണ്. ഞാൻ അതേ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. ജോസച്ചൻ ഒക്കെ നമ്മുടെ കടന്തുരുത്തലച്ചൻ ഭവനവികാരിച്ചൻ്റെ നേതൃത്വത്തിൽ അച്ഛന്മാരെല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഒരു ജപമാല പോലെ, ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച, അച്ഛന്മാരുടെ കയ്യിലെല്ലാം ജപമാല ഇരിക്കുകയാണ്. ഒരു ജപമാലയായി മാറുന്ന പുരോഹിതനും സന്യസ്തരും ദൈവമക്കളും ഉള്ളെടുത്ത് അനുഗ്രഹത്തിന്റെ സമൃദ്ധി ഉണ്ടാകും. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ വലിയ കൃപ ഒരുപാട് അഭിഷേകങ്ങൾ കണ്ണിച്ചു തരുന്ന ഒരു അനുഭവമാണിത്. 5 ദിവസങ്ങൾ വലിയ കൃപയുടെയും വലിയ അച്ഛൻ വന്നുകൊണ്ടൊന്നല്ല. നിങ്ങൾ നിൽക്കുന്ന വിശുദ്ധ കുരിശിന്റെ ചുവട്ടിലാണ്, അത്ഭുത കുരിശിന്റെ ചുവട്ടിലാണ്. ഞാൻ കേട്ടിട്ടുള്ള സംഭവം നിങ്ങളത് കേട്ടിട്ടുണ്ട് ഇരിക്കണമല്ലോ. ഞാൻ ഓർക്കുന്നു ഈ അത്ഭുത കുരിശ് എങ്ങനെ അത്ഭുത കുരിശായത്. ഈ നാട്ടുകാർക്ക് പോകാൻ ആശുപത്രി ഇല്ലാഞ്ഞപ്പോൾ, ഈ നാട്ടുകാർക്ക് പോകാൻ ബാങ്കില്ലാഞ്ഞപ്പോൾ, ഈ നാട്ടുകാർക്ക് പോകാൻ കോടതി ഇല്ലാഞ്ഞപ്പോൾ, ഈ നാട്ടുകാർക്ക് പോകാൻ എന്നുമില്ലാതിരുന്നപ്പോൾ, ഈ മനുഷ്യര്, പാവം പിടിച്ച മനുഷ്യര്, തമിഴ് ഭാഷ സംസാരിക്കുന്ന ഒരു പാവങ്ങളും ഈ തേലെന്നുള്ളി ജീവിക്കുന്നവർക്കും കയ്യിൽ പണമിൽ ഒന്നുമില്ലാത്തവർക്ക് വന്നു തൊടാൻ വേണ്ടി ദൈവം ഈ മണ്ണിൽ സ്ഥാപിച്ചു തന്നതാണ് ഈ അത്ഭുത കുരിശ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഈ മണ്ണിന്റെ ഒരു വിശുദ്ധിയുണ്ട്, ഈ മണ്ണിന്റെ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം ഈ രാത്രിയിൽ നിശ്ചയമായി പെയ്യും. അഭിവൃദ്ധി പിതാവ് ഓർമ്മിപ്പിച്ച് പുണ്യസ്മരണാകരായ വൈദികരെ പറ്റി, അനേകം വൈദികരുടെ കണ്ണീരും പ്രാർത്ഥനയും, അനേകം സന്യസ്തരുടെ കണ്ണീരും പ്രാർത്ഥനയും, അനേകം ഉപദേശിമാരുടെ കണ്ണീരും പ്രാർത്ഥനയും, കഴിഞ്ഞു പോയ ഒരു തലമുറയുടെ ഒമ്പരവും പ്രാർത്ഥനയും ഒക്കെ ഇന്ന് ഈ കൺവെൻഷനായി മാറുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ഇരു കരങ്ങൾ ഉയർത്തി വലിയ ആനന്ദത്തോടെ ഏറ്റവും വലിയ സമ്മാനം അഭിവൃദ്ധി പിതാവ് പറഞ്ഞു തന്നതുപോലെ ഇത് പരിശുദ്ധാത്മാവാണ്. അതിലും വലിയൊരു അഭിഷേകമില്ല. ഇതാ ക്രിസ്തുവിലേക്ക് ചോദനാ നദിയിലിറങ്ങിയ കർത്താവിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോ വചനം പറയുന്നു, സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ഇതാ സ്വർഗ്ഗത്തിന്റെ സ്വരം മുഴങ്ങിക്കേട്ടു. ഇതാ സകലരും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ 5 ദിവസങ്ങൾ കർത്താവ് ഒരുക്കുന്ന പരിശുദ്ധ ദിവസങ്ങളാണ്. ദൈവത്തിന്റെ കരുണയുടെ ദിവസങ്ങളാണ്. പരിശുദ്ധാത്മ വർഷത്തിന്റെ ദിവസങ്ങളാണ്. ദൈവമക്കളെ, കർത്താവ് ഒരു പുതിയ കാര്യം, ഒരു വലിയ കാര്യം മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഈ ഒരു കരങ്ങൾ ഉയർത്തി എത്ര സ്വരത്തെ സ്തുതിക്കാമോ അത്രേ സ്വരത്തിൽ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ മലമടക്കുകളിൽ പൊതുനയിക്കുന്നത് പോലെ, ഒരു പൊതുനയിക്കുന്നത് പോലെ, ഒരു യുദ്ധത്താവളം പോലെ ഈ മലമുകളിൽ ഒരു യുദ്ധത്താവളം മുഴങ്ങട്ടെ.
ആത്മാവുകളിൽ എന്റെ ആത്മാവിനെ പാടാവോ ചേർത്ത് പഠിക്കേ വിശ്വാസത്തോടെ നമുക്ക് നോക്കാൻ സ്വന്തം മാർഗേയുള്ളൂ. ഞങ്ങൾക്ക് ആശ്രയിക്കാൻ അങ്ങയുടെ കരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 5 ദിവസങ്ങള് അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവേ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഈ എളിയ ദാസന് ഈ വെറും കളിമണ്ണിന്, ഈ പൊടിയെ, ഈ ചാരത്തെ, ഈ മാലിന്യത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരണം. ഓ പരിശുദ്ധാത്മാവേ, മോശയിൽ നിറഞ്ഞ ശക്തി അഭിഷേകമായ നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ ആഴിയുടെ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു സൈന്യത്തിൻ ആഴിയുടെ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സാധന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂപായേ. സാധന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂപായേ. സാധന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂപായേ. ശക്തിയെ നിത്യസഹായക നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക നിറയണമേ. വീഴ്ചകൾ വരുന്നവരാ, തെറ്റുകൾ ചെയ്യുന്നവരാ. പക്ഷെ സ്വന്തത്തോളം ഞങ്ങൾ വിയപ്പാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിന് സാധിക്കുമല്ലോ. ഈ രാത്രിയിൽ കുഞ്ഞുമക്കള് ദൈവമേ ഇവിടെ കഷ്ടപ്പാട് കാണണേ കർത്താവ്. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു വന്ന അമ്മമാര് ഈ പകല് മുഴുവൻ കൊടുച്ചൂടില് ജോലി ചെയ്തിട്ട് കടന്നു വന്നവര്, എസ്ഐറ്റിയിൽ ജോലി ചെയ്തവര്, ഓ ദൈവമേ ജീവിതത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നിന്നെ കാണാൻ ഇതാ സത്യമുസിനെ പോലെ നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നവർ കരുണയാകണേ. ഉന്നത ശക്തി അഭിഷേകമായ നിറഞ്ഞിടട്ടെ. നിറഞ്ഞ ഉന്നത ശക്തി അഭിഷേകമായ നിറഞ്ഞിടട്ടെ. കാലിനു മുന്നിൽ താഴ്മലിൻ മുകളിൽ അത്തിയായി നിറഞ്ഞൊരു ആത്മശക്തി. കാലിനു മുന്നിൽ താഴ്മലിൻ മുകളിൽ അത്തിയായി നിറഞ്ഞൊരു ആത്മശക്തി. സാധന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂപായേ. സാധന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂപായേ. ഉന്നത ശക്തിയെ നിത്യസഹായക നിറയണമേ. സ്വന്തം വാഗ്ദാനമേ പരിശുദ്ധ രൂപായേ. പരിശുദ്ധാത്മാവേ, വാഗ്ദാനമേ പരിശുദ്ധ രൂപായേ. പരിശുദ്ധ രൂപായേ.
പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ, തിരുനാളിന്റെ ഒരു വലിയ തിരുനാളാണ് നമ്മുടെ ജീവിതം. ഒരു വലിയ തിരുനാളാ കുഞ്ഞ നിന്റെ ജീവിതം. Day of the Lord. കർത്താവ് ഇടപെട്ടതല്ലേ നിന്റെ ജീവിതം? ദൈവം ഇടപെട്ട ജീവിതത്തിന്, ദൈവം ഇടപെട്ട നാളിന് ഇടുന്ന പേരാ തിരുനാള്. തിരുനാള്, ഹോളി ഡേ, ഹോളി, ഹോളി, ഹോളി. സംഘത്തിലെ മാലാഖമാര് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് തിരുനാളിന്റെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്നു. He stood up. He stood up so that everybody might see him. ഈ രാത്രിയിൽ ക്രിസ്തുവിനെ കാണാതെ, ഈ രാത്രിയിൽ ക്രിസ്തുവിനെ കേൾക്കാതെ ഒരു വ്യക്തി പോലും ഈ കൂടാരം, ഈ ദേശം വിട്ടു പോവില്ല. ഒരു വ്യക്തിയല്ല, ഈ മലമടക്കുകൾ ഈ രാത്രിയിൽ ദൈവത്തെ കാണും. ഈ ദേശത്തുള്ള ഇടവകള് ഈ രാത്രിയിൽ ക്രിസ്തുവിനെ കാണും. നാനാജാതി മതസ്ഥര് ഈ രാത്രിയിൽ ക്രിസ്തുവിനെ കാണും. അവൻ എഴുന്നേറ്റ് നിന്നു. അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ ഒന്നിച്ചുകൂടിയ കൂടാരം തിരുനാൾ. അവൻ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ദാഹിക്കുന്നവ, അതിന്റെ ട്രാൻസ്ലേഷൻ അതാ, ദാഹിക്കുന്നവ, ദാഹിക്കുന്നവ എന്റെ അടുക്കൽ വരട്ടെ. Come to me and drink. എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പൊന്നുമക്കളെ, ഈ രാത്രിയിൽ ദൈവം ചെയ്യാൻ പോകുന്ന വിസ്മയം ഇതാ. ദാഹിച്ചിരിക്കുന്ന നിന്നെ കർത്താവ് ചേർത്ത് പിടിക്കുക. ആർക്കെങ്കിലും ദാഹിക്കുന്നത് അവൻ എന്റെ അടുക്കൽ വന്ന, come to me, come to me, എന്റെ അടുക്കലോട്ട്. ഈ രാത്രി ഒരു അത്ഭുത രാത്രിയായി മാറുന്നതിന്റെ കാരണം അവൻ വന്ന് നിൽക്കുന്നത് കൊണ്ട്. ഈ രാത്രി അത്ഭുത രാത്രിയാകുന്നത് അവന്റെ അടുക്കൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട്. ഈ രാത്രി അത്ഭുത രാത്രിയാകുന്നത് അവന്റെ വസ്ത്രാചലത്തിലൊന്ന് തൊട്ടാമതിച്ചുകൊണ്ട്. എന്റെ അടുക്കൽ വരട്ടെ, എന്റെ അടുക്കൽ വരട്ടെ, എന്റെ അടുക്കൽ വരട്ടെ. അവൻ എന്നിൽ നിന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നീർച്ചാലുകൾ ഒഴുകും. പൊട്ടക്കിണറിനെ പുഴയാക്കി മാറ്റുവാൻ കഴിവുള്ള കർത്താവ്. ഇന്നലെ വരെ പൊട്ടക്കിണറായിരുന്നു നീ, പൊട്ടക്കിണറായിരുന്നു നിന്റെ ജീവിതം, പൊട്ടക്കിണറായിരുന്നു നിന്റെ കുടുംബം, പൊട്ടക്കിണറായിരുന്നു നിന്റെ ജീവിത സാഹചര്യം. ഇന്ന് നിന്നെ പുഴയാക്കി മാറ്റാൻ പോവാ. That is a miracle. ഈ രാത്രിയിൽ നീ ഒരു പുഴയായിട്ട് ഒഴുകാൻ പോവാ. ഒരു ഗുണമില്ലാത്തതായിരുന്നു നിന്റെ ജീവിതം, ആർക്കും ഇഷ്ടപ്പെടാത്തതായിരുന്നു നിന്റെ ജീവിതം. നിനക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, എന്തിനാണിത്, എന്തിനാണിത്? ഈ രാത്രിയിൽ കർത്താവ് നിന്നെ ഒരു പുഴയാക്കി മാറ്റി. വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്ന പോലെ അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നീർച്ചാലുകൾ ഒഴുകും. ഈ 5 ദിവസത്തിന് കർത്താവ് തരുന്ന പ്രവചനമായത്. ഉണങ്ങിക്കിടന്ന കിണറെ, വറ്റിക്കിടന്ന നീർച്ചാല്, ഇതാ കർത്താവ് നിന്നെ നിറഞ്ഞൊഴുകുന്ന, കവിഞ്ഞൊഴുകുന്ന പുഴയാക്കി, കവിഞ്ഞൊഴുകുന്ന അഭിഷേകമാക്കി, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാക്കി ഈ രാത്രിയിൽ നിന്നെ മാറ്റാൻ പോവുക. ഈ രാത്രികളിൽ കർത്താവ് ചെയ്യാൻ പോവുക. എന്നിലും നിങ്ങളിലും ഈ രാത്രികളിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന അനുഭവം. ഉണങ്ങിക്കിടന്ന പൊട്ടക്കിണർ, ആയിരങ്ങൾ എത്തി നോക്കുന്ന ഒരു നീർച്ചാല, അത്ഭുത നീർച്ചാല. ലൂർദിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോ 13 വയസ്സുകാരി ബർണദീത്ത എന്ന പെൺകുട്ടി
അവൾ ആ മണ്ണിൽ കമന്ന് കിടന്ന് അവള് കുടിക്കാൻ തുടങ്ങി. ഇല്ലാത്ത വെള്ളം അവള് കുടിക്കാൻ തുടങ്ങി. അവള് കുടിച്ച് ചെല്ലുമ്പോ ആ 13 വയസ്സുകാരി കുടിച്ച വെള്ളം ഇന്നും വറ്റാത്ത നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇന്നും സൗഖ്യം നൽകുന്ന വറ്റാത്ത നീർച്ചാലായി മാറിയെങ്കിൽ ഈ രാത്രിയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതം നിന്നെ ഒരു പുഴയാക്കി മാറ്റുന്നു. നിന്നെ ഒരു നീർച്ചാലാക്കി കർത്താവ് മാറ്റുക. ആഗ്രഹിച്ച മക്കളെ ഒരു പുഴയാകുന്ന അനുഭവം, ഉണങ്ങിക്കിടന്നതിന്റെ ജീവിതം, ഉണങ്ങിക്കിടന്നതിന്റെ കുടുംബം, ഉണങ്ങിക്കിടന്നതിന്റെ ബന്ധങ്ങൾ, നിന്റെ കുടുംബ ബന്ധമൊക്കെ കർത്താവ് ഉണർത്താൻ പോകുക. നിന്റെ ശുശ്രൂഷ ജീവിതത്തെ കർത്താവ് ഉണർത്താൻ പോകുക. നിന്റെ സഹോദര ബന്ധങ്ങള്, ഭാര്യാഭർത്തൃ ബന്ധങ്ങള്, നിന്റെ വിശ്വാസ ജീവിതത്തെ മക്കളെ ആഗ്രഹിച്ച് കൺവെൻഷൻ 5 ദിവസങ്ങൾ മുമ്പോട്ടുണ്ട്. നീ ആഗ്രഹിച്ചു ഒരു 3 നിയോഗത്തിന് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിച്ചു. കവിഞ്ഞൊഴുകുന്ന പുഴയായി നീ മാറാൻ പോവുക. കവിഞ്ഞൊഴുകുന്ന പുഴയായി നീ മാറാൻ പോവുക. ഉണങ്ങിക്കിടന്ന നീയ, വരണ്ടു കിടന്ന നീയ, ഗുണമില്ലാത്ത നീയ, ആളുകൾ പുച്ഛിച്ച നീയ, ആളുകൾ തള്ളിക്കളഞ്ഞ നീയ, ആളുകൾ പരിഹരിച്ച നിന്നെ ദേശത്തിന്റെ നദിയാക്കി കർത്താവ് മാറ്റാൻ പോവുക. ദേശത്തിന്റെ അഭിഷേകമാക്കി കർത്താവ് മാറ്റാൻ പോവുക. ആഗ്രഹിക്കും മക്കളെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, ഈ സമയത്ത് നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. വിളിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ കണ്ണീരോടെ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, വന്നിരിക്കുന്നത് അവരെവിടെയോ ആയിരിക്കാം. കവിഞ്ഞൊഴുകണമേ, പ്രിയപ്പെട്ടവന്റെ മുഖങ്ങൾ കണ്ടു വിളിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയില്ലാതെ മക്കളില്ലല്ലോ. മക്കൾക്ക് അമ്മ വേണം. അമ്മയില്ലാത്ത മക്കള്, അമ്മയെ നീ അകന്നു പോയ, അമ്മയില്ലാത്ത വീടിന്റെ ദുഃഖങ്ങൾ അറിയുന്ന കുറച്ചു പേരെങ്കിലും നിപ്പില്ല ഇവിടെ. ദൈവം കഴിഞ്ഞാൽ അമ്മ, തമ്പുരാൻ കഴിഞ്ഞാൽ അമ്മ. കയ്യിലിരിക്കുന്ന ജപമാല നിന്റെ ജീവിതത്തെ ചെയ്ത അത്ഭുതങ്ങൾ അറിയാവോ? വെറുതെ കഴുത്തെ തൂക്കിയിട്ടിരിക്കുന്ന ജപമാലയില്ലേ, വെറുതെ പോക്കറ്റിലിട്ടിരിക്കുന്ന ഒരു ജപമാലയില്ലേ, ആ ജപമാലയിലെ അമ്മ ചൈതന്യം നിന്നെ എന്തുമാത്രമാക്കും ഞാൻ കൈപിടിച്ച് നടത്തിയത്. ഈ കൺവെൻഷന്റെ പ്രത്യേക മധ്യസ്ഥയായിട്ട് അത് കുരിശന്റെ ചുവട്ടിൽ വെച്ചാ കിട്ടിയത്. ഇതാ നിന്റെ അമ്മ. ഈ അത്ഭുത കുരിശന്റെ ചുവട്ടില് തമ്പുരാൻ നിർത്തി തന്നിരിക്കുന്ന അമ്മ ഈ കൺവെൻഷന്റെ പ്രത്യേക മധ്യസ്ഥയായിട്ടുണ്ടാവട്ടെ. അമ്മയോട് പ്രാർത്ഥിക്കും മക്കളെ. അമ്മയ്ക്കറിയാത്ത എന്ത് ദുഃഖമാ മക്കൾക്കുള്ളത്. അമ്മയോട് പറയാൻ പറ്റാത്ത ഏത് ദുഃഖമാ മക്കൾക്കുള്ളത്. താരയിൽ അമ്മ നിപ്പുണ്ട്. ഈ കൂട്ടായ്മയിൽ അമ്മ നിപ്പുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ. പെന്തക്കോസ്തായിലെ ശിഷ്യന്മാര് വിട്ടുകളയാതെ ചേർത്ത് പിടിച്ചമ്മ. പ്രാർത്ഥിക്കാമോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചൊരു സ്തുതി പറഞ്ഞിട്ട് ഇന്നിരുന്നേ. ഈശോ മിശിഹായിക്ക് സ്തുതി. കേട്ടില്ല, പറയുന്നു കേട്ടില്ല, ചെവിയിലാണ് പറഞ്ഞത്. ഒത്തിരി പറ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. നമ്മളെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഒരു കൃപയായത്. വചനം പറഞ്ഞില്ലേ പിന്നെ ജീവിതം എന്താ? വചനമില്ല, ജീവിതവും ഇല്ല. സത്യത്തിൽ സാധാരണ ഏതെങ്കിലും കൺവെൻഷനൊക്കെ പോകുമ്പോൾ കർത്താവ് എന്തെങ്കിലും ഒരു അടയാളമൊക്കെ തരുന്ന. ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു. ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് കിടക്കുന്നു. ഞാൻ ഈ പെനച്ചനെ കാണുന്നുണ്ടല്ലോ, എവിടെ ഈ പെനച്ചനൊന്ന് വരാൻ വളർത്താരേക്ക്. അച്ഛനാൻ്റെ വാ. ഈ പെനച്ചൻ എല്ലാ തിങ്കളാഴ്ചയും കട്ടപ്പനയെന്ന് വണ്ടിയും പിടിച്ച് കോട്ടയത്ത് വന്ന് ശുശ്രൂഷ കൂടുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം വിമലഗിരി പള്ളിയിൽ എൻ്റെ മകളുടെ ഹസ്ബൻഡിനെയും കൊണ്ട് വന്നിരുന്നു. അഞ്ചലിൽ നിന്നുള്ള റിഞ്ചു മാത്യു ലങ്സിൻ്റെ ബയോപ്സി, ലങ്സിനകത്തുള്ള ട്യൂമറിൻ്റെ ബയോപ്സി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം കഴിഞ്ഞ വ്യാഴാഴ്ച ഞാനും ഹസ്ബൻഡും കൂടെ വിമലഗിരി പള്ളി വെളുപ്പിനെ വന്ന് അച്ഛനെ കണ്ടിരുന്നു, വെളുപ്പിനെ കുർബാന കൂടിയിട്ട്. അപ്പോൾ അച്ഛൻ അവൻ്റെ CT സ്കാൻ്റെ റിപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ നിന്ന് കണ്ടിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഒത്തിരി പ്രാർത്ഥന ആവശ്യമാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കണം മോന് വേണ്ടി, ഞാനും പ്രയർ ഗ്രൂപ്പുകളിൽ പറയാം എന്ന് പറഞ്ഞിരുന്നു. ഒക്കെ വന്നേ മോനെ കൊണ്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച അച്ഛനെ 7:30 വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുരിശിൻ്റെ വഴി നടക്കുമ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നു. 10:30, 10:45 അച്ഛനെ കാണാൻ പറ്റി. ഞാൻ വിവരം പറഞ്ഞു. മോനെ കണ്ട അച്ഛൻ മോൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, ഇവന് ഒരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നവും അവനില്ല. അവന് അസുഖം ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം അവൻ്റെ അസുഖം എടുത്തു മാറ്റി, യാതൊരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എനിക്ക് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ വെള്ളം കൊണ്ടുവന്നു. അച്ഛൻ ആ വെള്ളം വാഴ്ത്തി മോനോട് പറഞ്ഞു, റിസൾട്ട് അറിയാൻ പോകുന്നതിന് മുമ്പ് ഇത് കുടിച്ചു തീർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഏതായാലും ഇപ്പോൾ റിസൾട്ട് വന്നു, അവന് യാതൊരു കുഴപ്പമില്ല. അവരൊരു 7-8 ടെസ്റ്റുകൾ അതിനകത്ത് കൊടുത്തിരുന്നു ആ ബയോപ്സിക്കകത്ത് ചെയ്യാൻ വേണ്ടി, അതെല്ലാം നെഗറ്റീവാണ്. അപ്പൊ ഇനിയിപ്പം പൾമിനോളജിസ്റ്റ് ഈപ്പനച്ചനാണ് അവർ പറഞ്ഞു. ഒരു സെക്കൻഡ് പറഞ്ഞു നോക്കുക. ഈപ്പനച്ചെന്ന് പറഞ്ഞേ, ഈപ്പനച്ചൻ ഭയങ്കര ഒരു ദൈവാശ്രയത്തുള്ള ഒരച്ഛന പറഞ്ഞു. മനെ എന്താ പറഞ്ഞ? ഈ പ്രിയപ്പെട്ട ടീച്ചറും വീട്ടുകാരെയും എൻ്റെ ഇടവക്കാരാണ്. പക്ഷെങ്കിൽ ഞാൻ വർഷങ്ങളായിട്ട് ഒരു 2016 മുതൽ നാഗമ്പടത്ത് ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നതാണ്. അന്ന് മുതലുള്ള പരിചയം കൊണ്ട് പ്രിയപ്പെട്ട ടീച്ചർ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, വളരെ ശക്തമായി അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു കാര്യത്തിലാണ് അച്ഛനോട് ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെങ്കിൽ വാട്സപ്പിലൂടെ ഈ മെസ്സേജ് പാസ് ചെയ്യുകയായിരുന്നു. സത്യമായിട്ട് അവർ പറഞ്ഞു, ഈ ഒരു വലിയ അത്ഭുതം കണ്ട് സത്യമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന അനേകം ആളുകൾക്ക് വിശുദ്ധ അന്തോണിയോസ് പുണ്യവാളൻ്റെ ഒരു മധ്യസ്ഥവും അല്ലെങ്കിൽ ഈ ഒരു അത്ഭുതം, തമ്പുരാന്റെ വലിയ അത്ഭുതവും അനേകം ആളുകൾക്ക് ഒരു സാക്ഷ്യമായിട്ട് തീരുന്നു. ഞങ്ങളുടെ ഈ മകനെ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്നാണ് ഞങ്ങൾ പ്രത്യേകിക്കുന്നതെന്നാണ് പ്രിയപ്പെട്ട ടീച്ചർ ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. കൈയടിച്ചു കർത്താവിന് മഹത്വം കൊടുക്കുക. ഈ കൺവെൻഷന് വന്നപ്പോൾ കർത്താവ് തന്ന സമ്മാനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ കൈയടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കൈയടിച്ചുകൊണ്ട് പോകേണ്ടി വരും. നന്നായിട്ട് തീപ്പൊരി കൈയടിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ അഭിഷേകത്തോടെ ഞാൻ കഴിച്ചു പോകും. ഈ കൊച്ചിൻ്റെ ലങ്സിനകത്ത് വലിയൊരു ട്യൂമർ, ഞാൻ CT സ്കാൻ കണ്ടു. ഞാൻ ഓർക്കണം, കൃത്യം ഞാൻ ഓർക്കുന്നില്ല, ഒരു 6 cm ഒരു വലിയ മുഴ ഇതിനകത്തിരിക്കാം. ശരീരത്തിൽ മുഴുവൻ മുഴകളാണ്, ശരീരത്തിൽ മുഴുവൻ ട്യൂമർ, അവിടെ ഇവിടെ എല്ലാം മുഴകൾ. ഈ കൊച്ചു ഇവന് 10-35 വയസ്സുള്ള ഒരു 32 വയസ്സ്, 2 കുഞ്ഞു പിള്ളേരുടെ അപ്പനായത്. വിദേശത്തായിരുന്നല്ലേ, ഇവിടെ തന്നെയാ. പെട്ടെന്ന് നോക്കി വലിയ വിശ്വാസം, കാരണം ഇഷ്ടംപോലെ ജോലിയുണ്ട്, സമ്പത്തുണ്ട്, കാര്യങ്ങളുണ്ട്, അപ്പനും അമ്മയും ടീച്ചറും ഒരു കുഴപ്പമില്ലാത്ത. പക്ഷെ അസുഖം വന്നു കഴിഞ്ഞപ്പം നമ്മൾ കണ്ട പേടിച്ചു പോകും. ആ റിപ്പോർട്ട് വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അച്ഛൻ്റെ അഭിഷേകമൊന്നുമല്ല, അച്ഛൻ്റെ പ്രത്യേകതയല്ല, പരിശാലും പ്രാവശ്യം അവന് പൊക്കോളാൻ പറയാൻ പറയും. ധൈര്യമായിട്ട് നീ പൊക്കും, നിനക്ക് ഈ റിസൾട്ടുമായിട്ട് വന്നിരിക്കുന്നത്. പിറ്റേ ദിവസം ബയോപ്സിയുടെ റിസൾട്ട് കിട്ടാൻ പോവുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് പറഞ്ഞു, അവനോട് പറഞ്ഞു വിട്ടാൽ അവനൊരു കുഴപ്പമില്ല, നീ സുഖമായിട്ട് പൊക്കോളാൻ പറയാൻ പറഞ്ഞു വിട്ടു. നമ്മൾ എന്ത് ഗ്യാരണ്ടിയാ? ഗ്യാരണ്ടി സ്വർഗമാണ്.
ഗ്യാരണ്ടി പരിശുദ്ധാത്മാവ്, ഗ്യാരണ്ടി ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിച്ച് അവൻ്റെ തല കൈ വെച്ചു വെള്ളവും മഞ്ചലും കൊണ്ടു പോകണം പറഞ്ഞു. നമ്മളെ ഞാൻ ഇന്നലെ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഫോണിൽ കിടക്കുന്ന മെസ്സേജ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ ഞാൻ വിശ്വസിക്കുന്നു ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി കർത്താവ് തരുന്ന സന്ദേശമാണ്, കർത്താവ് തരുന്ന സന്ദേശമാണ്. നമുക്ക് ഈ വചനത്തിൽ നിന്ന് തന്നെ ഇന്ന് തുടങ്ങും. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, 8:45 നിർത്തണമെന്നാണ് ഭവന വിചാരിച്ചും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നാളെ ഇച്ചിരി കൂടെ നേരത്തെ നമ്മൾ തുടങ്ങും, അപ്പോൾ കുറച്ച് സമയം കിട്ടും. നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഈ തിരുവചനത്തിലേക്ക് തിരുനാളിൽ ഏത് തിരുനാൾ? ഇത് കൂടാര തിരുനാളാണ്. ഈ കൂടാര തിരുനാൾ ഇസ്രായേൽ മക്കള് അവരുടെ മരുഭൂമി യാത്രയിൽ കൂടാരങ്ങളിൽ വസിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമ്മൾ കൂടാരത്തിന് കീഴിൽ, നിങ്ങൾ വലിയ വീടുള്ളവരൊക്കെ ആയിരിക്കും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള വീട് വെച്ച് വരും. പക്ഷെ നമ്മൾ ഈ കൂടാരത്തിന് കീഴിലാണ്, ഈ കൂടാരത്തിന് കീഴിലാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് കൂടാരത്തിരുന്നാളിന്റെ വചനമായി എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കൂടാരത്തിരുന്നാളിന്റെ പ്രത്യേകത, അവർക്ക് വെള്ളമില്ലായിരുന്നു. അപ്പൊ ഈ കൂടാരത്തിരുന്നാളിൽ പ്രധാന പുരോഹിതൻ പോയി ഒരു സ്വർണ്ണക്കുടത്തില്, തങ്കക്കുടത്തില് വെള്ളം താഴെ പോയി താഴ്വരയിൽ ചെന്നിട്ട് അവിടുന്ന് വെള്ളം കോരിക്കൊണ്ടുവരും. ഒരു തങ്കക്കുടത്തില്, ആ തങ്കക്കുടത്തിൽ നിറച്ച് വെള്ളം കൊണ്ടുവന്ന ആൾത്താരയുടെ അടുക്കൽ ഒരു വെള്ളിക്കുടം ഇരിപ്പുണ്ട്. ഈ വെള്ളിക്കുടത്തിലേക്ക് ഈ വെള്ളം ഇത് പകർന്നു കൊടുക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദിവസം നടക്കാൻ പോകുന്ന കാര്യം ഇതാണ്. തമ്പുരാന്റെ തങ്കക്കുടത്തിൽ നിന്ന് തമ്പുരാൻ വെള്ളിക്കുടങ്ങളിലേക്ക് അവിടുത്തെ ആത്മാവിനെ ഭക്ഷിക്കാൻ പോവുക. ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ, സാവധാനം ആ വെള്ളിക്കുടം ഒരു തങ്കക്കുടമായി മാറാൻ പോവുക. ഹല്ലേലൂയ. നീ ആരും ആയിക്കൊള്ളട്ടെ, ഏതവസ്ഥ നിൽക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, തിരുവചനം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് വീണ്ടും നമ്മൾ വായിക്കുന്നു 34-ാമത്തെ തിരുവചനം. യേശു അവരോട് ചോദിച്ചു, ബൈബിൾ കൊണ്ടുവരുന്നത് നല്ലതാണ്, കൊടുത്തി വായിക്കാൻ പറ്റും. മൊബൈൽ ഫോണിൽ നോക്കിയാൽ പോരാ, ബൈബിളും കൊണ്ടുവരണം. ഈ ബൈബിൾ കൈ പിടിക്കുമ്പോൾ അത്ഭുതം നടക്കും. ഈ ബൈബിൾ ഇങ്ങനെ ചങ്കോട് ചേർത്ത് വെച്ച് നിൽക്കുമ്പോൾ അത്ഭുതം നടക്കും. ഫോണെടുത്ത് ഞങ്ങൾ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഈ പുസ്തകം നമ്മൾ കേൾക്കും, ഈ ദിവസങ്ങൾ നമ്മൾ ധ്യാനിക്കും. ഇത് വെറുതെ കൈ വെച്ച, ഇത് വെറുതെ നിങ്ങളുടെ ബെഡിൽ വെക്കണം, കട്ടിലേ വെക്കണം, കിടക്കുമ്പോൾ കട്ടിൽ വെക്കണം. യോകള് നിങ്ങൾ രാത്രി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കും. ഇന്നലെ നമ്മുടെ ഒരു അച്ഛൻ്റെ പെങ്ങള് രാത്രി കിടന്നത്, രാവിലെ ഒക്കെ അനക്കമില്ല. മക്കൾ വന്ന് നോക്കി, അമ്മ ഒറ്റയ്ക്കാണ്. വന്ന് നോക്കുമ്പം തലേ രാത്രിയിൽ ബ്രെയിൻ ഹെമറേജ് വന്ന് അബോധാവസ്ഥയിൽ ആ കട്ടിൽ കിടക്കുക. മക്കളെ, ഒറ്റയ്ക്കൊക്കെ നടക്കുന്നവർക്ക് കൂടെ നിൽക്കാനുള്ള ദൈവത്തിന്റെ പേരാണ് വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുസ്തകമാണെന്നൊന്നും വിചാരിക്കല്ലേ, ഇത് പുസ്തകമല്ല മക്കളെ. നമുക്കിത് ഇങ്ങനെ പിടിക്കാനേ പറ്റത്തുള്ളൂ. അല്പം മുമ്പ് ഗോതമ്പപ്പം വന്നില്ലേ, അത് ഗോതമ്പപ്പമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അത് ഗോതമ്പപ്പമാണെന്ന് വിചാരിച്ചോ? ഗോതമ്പപ്പം അല്ല മക്കളെ. നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നിന്റെ ദൈവമാ വന്നത്, നീ ആരാധിക്കുന്ന ദൈവമാ വന്നത്, നീ വിളിക്കുന്ന ദൈവമാ വന്നത്. വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കാരണം വൈകുന്നേരം നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഉറങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു എക്സസൈസ് ആണ് വലതുകര ഉയർത്തി. നമ്മൾ ഒത്തിരി മുദ്രാവാക്യം വിളിക്കും. നമ്മൾ വലതുകര ഉയർത്തി നമ്മൾ ഹല്ലേലൂയ മുദ്രാവാക്യം ഈ കുരിശിന്റെ ചുവട്ടിൽ ഇരുന്ന് 5 ദിവസവും വിളിക്കും. ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഹല്ലേലൂയ. മക്കളെ, ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇത് തിരുവചനം, ദൈവമക്കളെ, ദിസ് ഇസ് ഹോളി. ഈ ബൈബിൾ എടുത്ത് ജോസഫ് പറഞ്ഞില്ലേ, മെത്രാനച്ഛനെ വായിക്കുമ്പോൾ തലയിലേക്ക് ബൈബിൾ വെച്ച് കൊടുക്കുന്നു. ഇറ്റ്സ് നോട്ട് സിംബോളിക്കാന്ന് വിചാരിക്കില്ലത്. ദാറ്റ് ഈസ് റിയൽ. ഈ വചനത്തിന്റെ അഭിഷേകം. അതിനു മുമ്പ് അഭിന്റെ പിതാവ് തൈലം തലയിലോട്ട് ഒഴിക്കുന്നുണ്ട്. ആ തൈലം തലയിൽ ഒഴിച്ചത് അത് ചങ്കിലേക്ക്, ആത്മാവിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പുസ്തകം എടുത്ത് ശിരസിന് മുകളിലേക്ക് വെക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ അഭിഷേകം, ഈ വചനത്തിന്റെ അഭിഷേകം അച്ഛനിലേക്ക്, പിതാവിലേക്ക് ഇറങ്ങുക. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ സാക്രമെന്റ്സ് നാമകമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവാം. കൂദാശകള്, എൻ്റെ പൊന്നു കുഞ്ഞ്, യു കനോട്ട് ക്യാരി ഇറ്റ്. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സ്വർഗത്തിന്റെ നീർച്ചാലുകൾ, ഓരോ കൂദാശയും. അടുത്ത ദിവസം കുമ്പസാരം, നാളത്തെ മറ്റന്നാള് നമുക്ക് കുമ്പസാരമുണ്ട്. നന്നായിട്ട് ദൈവങ്ങളെ കുരിശിന്റെ ചുവട്ടിൽ, അവന്റെ കുരിശിന്റെ ചുവട്ടിലിരുന്ന് തിരിച്ചവരെയാലും തിരിജലത്താലും കഴുകുന്ന കൂദാശയുടെ പേരാണ് കുമ്പസാരം. ഹല്ലേലൂയ. നീ നിന്റെ പാപങ്ങളെ ഏറ്റുപറയുന്ന സ്ഥലത്തിന്റെ പേരല്ല കുമ്പസാരം.
നീ ഈശോയുടെ തിരിച്ചോരയാൽ തിരിജലത്താൽ നീ നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാലി വരെ നിന്നെ ദൈവം കഴുകുന്ന വിശുദ്ധ നിമിഷത്തിന്റെ പേരാണ് കുമ്പസാരം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് അച്ഛന്മാരോട് പറയുന്നത് കുമ്പസാരക്കൂട് ക്ഷമിക്കാനുള്ള സ്ഥലമാണ്. ആര് വന്നാലും പറയണം ദൈവം ക്ഷമിച്ചെന്ന്. നിനക്ക് പഠിപ്പിക്കാനുള്ള സ്ഥലമല്ല, നിനക്ക് ഉപദേശിക്കാനുള്ള സ്ഥലമല്ല, നിനക്ക് കുറ്റം വിധിക്കാനുള്ള സ്ഥലം. കഴിഞ്ഞ ദിവസം പറഞ്ഞ റോമിലെ വൈദികരെ കണ്ടപ്പോൾ പാപ്പ പറഞ്ഞു കൊടുത്ത കാര്യം ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. When a sinner comes, tell him the Lord has forgiven, your sins are forgiven. ദൈവമക്കളെ, ഇത്ര വലിയ കുർബാന അൾത്താരയിൽ അത്ഭുതം നടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുതം പറഞ്ഞില്ലേ, തങ്കക്കുടത്തിലെടുത്ത് വെള്ളിക്കുടത്തിലേക്ക് ഒഴിച്ചു തരുന്ന ഒരു ദൈവിക അനുഭവം അത്. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനം. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തമിഴ് ഒത്തിരി പേര് ഇരിപ്പുണ്ടോ? തമിഴ് പറഞ്ഞാൽ മനസ്സിലാകുന്ന പറയണോ? തമിഴ് പറയണോ? ഞാൻ പറയണമെങ്കിൽ കൈപോക്കി കാണിക്കച്ഛൻ തമിഴ് പറയണമെന്ന് പറ. ഞാൻ തമിഴ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് നിങ്ങൾ വേറെ വല്ലതൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകും. അതുകൊണ്ട് തൽക്കാലം പറയാം. നാളെ നമുക്ക് തമിഴിലൊരു ചെറിയ ടോക്ക് ഉണ്ടാവും. നാളെ നമുക്ക് തമിഴില്ല അല്ലേ? എന്നാ പറഞ്ഞ നിങ്ങൾ കടവുൾ താനേ, നിങ്ങൾ കടവുൾ താനേ, നിങ്ങൾ കടവുൾ താനേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക മക്കളെ. ഞാൻ കൃമിയ, ഞാൻ പുഴുവ, ഞാൻ വിലയില്ലാത്തവരാ. അപ്പൊ ഇത് പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞില്ല, അതാ പരിശുദ്ധാത്മാവ് എന്ന് പറയണേ. ഈ വിഷയങ്ങളൊക്കെ പിതാവ് പറഞ്ഞു. കൊള്ളത്തില്ല, കുറവാണ്, പോരായ്മയാണ്, ഇല്ലായ്മയാണ്. നിങ്ങൾ കടവുൾ താൻ, നിങ്ങൾ കടവുൾ താൻ. ചങ്കിലൊരു കുരിശ് വലിച്ചെടുപ്പ. നിങ്ങൾ ദൈവങ്ങളാണ്. പറ, നിങ്ങൾ ദൈവങ്ങളാണ്. ഒന്ന് കുരിശ് വലിച്ചിട്ട് പറഞ്ഞ നിങ്ങൾ ദൈവങ്ങളാണ്. ഒച്ചത്തിൽ പറ, നിങ്ങൾ ദൈവങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രികളിൽ കർത്താവ് അത് ചെയ്തു തരും മക്കളെ. ഈ രാത്രികളിൽ കർത്താവ് അത് ചെയ്തു തരാൻ പോവാ. നിന്റെ പാപചിന്തയും നിന്റെ അപമാന ചിന്തയും നിന്റെ പരാജയ ചിന്തയും നിന്റെ കുറ്റബോധവും നിന്റെ സങ്കടങ്ങളും ഒക്കെ മാറ്റിയിട്ട് നിനക്ക് തോന്നും, ഇതാ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു അഭിഷേകം, നിങ്ങൾ ദൈവങ്ങളാണ് എന്ന നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം, അടുത്ത ഈശോ ചോദിക്കുക, വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. Who called? Jesus Christ called you God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു വിശുദ്ധീകരണ കർമ്മം ഇവിടെ നടക്കാൻ പോവാ. അതാ നിങ്ങൾ തിരിച്ചെന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെ നാളെ നിങ്ങളൊരു വഴിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ആമുഖത്തിൽ പറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അത് പൂർത്തിയാകാതിരിക്കില്ല. അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ, സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് പറയുന്ന 82-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് എടുത്ത് നോക്കാം, നമുക്കധികം തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈശോ തരുന്ന വചനങ്ങളുമായിട്ട് നമുക്ക് പോകാം. സങ്കീർത്തനം 82 അത് പറയുന്നുണ്ട്. ഈ വചനം ഈശോ അവിടുന്ന് എടുത്തേക്കുന്നത് 82-ന്റെ 6-ാം വാക്യം കേൾക്കണോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. The foundations were shaken. നിന്റെ അടിസ്ഥാനം ഇളകിയില്ല. അത് കേട്ടപ്പോൾ നിങ്ങൾ ദൈവങ്ങളാണ്. ദൈവമക്കളെ, ഏത് തിന്മയുടെ മേലും, ഏത് നാരകീയ ശക്തിയുടെ മേലും, ഏത് തകർച്ചയുടെ മേലും, ഏത് പരാജയത്തിന്റെ മേലും, ഏത് പാപത്തിന്റെ മേലും നിനക്ക് അധികാരം കിട്ടുന്നതിന്റെ കാരണം because you are God, you are a child of God. Hallelujah. നീ ഒരു ദൈവ കുഞ്ഞാണ്. Hallelujah, 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 hallelujah. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. അതേപോലെ ജീവിതത്തിന്റെ മുഴുവൻ കൺസെപ്റ്റും ആകാൻ പോവാ ഈ രാത്രിയില്. ജീവിതത്തിന്റെ മുഴുവൻ നമ്മളെന്താ, ദൈവമേ ഞാൻ പാപി. ഇല്ലട കൂട്ടാ, നിന്നെ ദൈവമകനാക്കാൻ വേണ്ടിയാ. നിന്നെ ദൈവമകനാക്കാൻ തന്നെ സ്നേഹിക്കുന്നവർക്ക്
തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ വരം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പുരോഹിതന്റെ പൗരോഹിത്യം ആളിക്കിട്ടാൻ തുടങ്ങും. ഒരു സന്യാസിനിയുടെ സന്യാസത്തിന്റെ അർത്ഥങ്ങൾ തെളിഞ്ഞു കിട്ടാൻ തുടങ്ങും. ഒരു കുടുംബത്തിലെ ഭാര്യാപുത്ര ബന്ധത്തിന്റെ അർത്ഥങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യുവാവ് വെറുതെ ജീവിതം നയിക്കില്ല. നമ്മുടെ കഴിഞ്ഞ കൺവെൻഷൻ വേറൊരു സ്ഥലത്തായിരുന്നു, സ്ഥലം പറയണ്ടല്ലോ. കൺവെൻഷൻ തുടങ്ങി കഴിയുമ്പോൾ ഇങ്ങനൊന്നും ആളുകൾ ഇരുന്നില്ല. കുറച്ച് യുവാക്കന്മാർ അതൊരു വഴി കൂടെ ഒക്കെ കയറി പോകണം. എല്ലാം വോളണ്ടിയേഴ്സാണ്, എല്ലാം വോളണ്ടിയേഴ്സ്. അവരെല്ലാം ഇങ്ങനെ വഴിയിലൊക്കെ നിൽക്കുക. നമുക്ക് രണ്ടാമത്തെ ദിവസമായപ്പം ഈ യുവാക്കന്മാർ മുഴുവൻ വന്ന് കസേര എടുത്തിട്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഒരു സാക്ഷി, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. They came to that ground. അവരവിടെ വന്നിരുന്നു. മൂന്നാമത്തെ ദിവസം അഭിഷേക പ്രാർത്ഥനയ്ക്ക് 3 ദിവസത്തെ കൺവെൻഷനായിരുന്നത്. മൂന്നാമത്തെ ദിവസം കൺവെൻഷൻ അഭിഷേക പ്രാർത്ഥനയ്ക്ക് ആ ഗ്രൗണ്ട് മുഴുവൻ നിറച്ച് ദൈവമക്കൾ വന്നിരുന്നു. ശുശ്രൂഷ കൂടി മടങ്ങിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 ദിവസം ആയിരുന്നുകൊണ്ട് അവർ വന്ന് വിളിച്ചു പോയിരിക്കുക അടുത്ത കൺവെൻഷന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളെ, ഇത് കിട്ടിത്തുടങ്ങിയാലുണ്ടല്ലോ മതിയാമത്തില്ല. ഇത് കിട്ടിത്തുടങ്ങിയാലുണ്ടല്ലോ, ഇവന്റെ ഈ സ്നേഹം കിട്ടിത്തുടങ്ങിയാലുണ്ടല്ലോ, ഈ വചനത്തിന്റെ ഈ മാധുര്യം കിട്ടിത്തുടങ്ങിയാലുണ്ടല്ലോ, ഈ പ്രാർത്ഥനയുടെ രുചി കിട്ടിത്തുടങ്ങിയാൽ പിന്നെ ഉണ്ടല്ലോ, ഈ ദൈവവചനത്തിന്റെ ഈ അഭിഷേകം, ഒരു കരുത്ത്, ഒരു അനുഭൂതി, ഒരു ബലം കിട്ടിത്തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ചേച്ചി പറഞ്ഞ ഓർക്കുക, ചേച്ചി നല്ല സാമ്പത്തിക അവസ്ഥയൊക്കെ ഉള്ളൊരു കുടുംബത്തിലാണ്. ചേട്ടൻ ഈ കർത്താവ്, കുരിശ്, അച്ഛന്മാര്, പള്ളി, സഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ്. കുരിശ് കണ്ട അതുപോലെ. ഈ ചേച്ചി എന്നോട് പറയാഞ്ഞത് അങ്ങനെ അറിയോ? നിങ്ങൾ വിശ്വസിക്കില്ല. ടോയ്ലറ്റിൽ മെറ്റൽ വാരിയിട്ട് അതിൻ്റെ മുകളിൽ പുട്ടുകുത്തി നിന്ന് ബൈബിള് വായിക്കുന്നെന്ന് കേട്ടോ. ടോയ്ലറ്റിൽ വാതിലടച്ച് മെറ്റൽ വാരിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ബൈബിള് വായിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. തീർന്നു പോവുക ഈ വചനപ്രഘോഷകൻ അച്ഛൻ. ഈ വചനപ്രഘോഷകൻ അച്ഛൻ ഇവിടെ തീർന്നു പോവുക. ആ ചേട്ടത്തിയുടെ മുമ്പില് ഭക്താവ് അനുവദിക്കാത്തതുകൊണ്ട്, പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് ബാത്റൂമിലേക്ക് ഒരു ബാഗ്, ഒരു സഞ്ചി മെറ്റലുമായിട്ട് കയറിയിട്ട് അതിന്റെ, ഞാൻ ചുമ്മാ പറയുന്നല്ല മകളിത്, ഒരുപക്ഷെ അവരെവിടെയും നിന്ന് കേൾക്കുന്നുണ്ടാവും. ദൈവമക്കളെ, ഇത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഓക്സിജൻ പോലെയാ. ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പൊന്നു മക്കളെ, ഇത് കിട്ടിക്കഴിഞ്ഞ, ഇതിന്റെ രുചി കിട്ടിക്കഴിഞ്ഞ, ഇതിന്റെ ആനന്ദം കിട്ടിക്കഴിഞ്ഞ, ഇതിന്റെ അഭിഷേകം കിട്ടി, ഇത് പിന്നെ നിലത്ത് വെക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഭയപ്പെടും മക്കളെ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. എന്തെങ്കിലും പാപത്തിനോ അഡിക്ഷനോ അടിപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നില്ലേ? 4-ാം ദിവസം ധ്യാനിക്കേണ്ട വിഷയമാണ്. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ഭ്രാന്ത് പിടിച്ച പിശാചുക്കൾക്ക് കർത്താവ് കുരിശിൽ മരിക്കുന്ന സമയത്ത് ഈ ലോകത്തിലുള്ള സകല തിന്മകൾക്കും പിശാചുക്കൾ ഭ്രാന്ത് പിടിച്ചു. സകല തിന്മകളും നാരകീയ ശക്തികളും സകല പൈശാചിക ബന്ധനങ്ങളും ശാപങ്ങളും കെട്ടുകളും തകർക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞ ഹല്ലേലൂയ, അച്ഛൻ പറഞ്ഞ ഹല്ലേലൂയ. ഇത് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിന്. ഏത് അച്ഛൻ ചലഞ്ച് ചെയ്യുക, വെല്ലുവിളിക്കുക. ആരെങ്കിലും അവിടെ ഇരുന്ന് എന്നെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വെല്ലുവിളിക്കുക. 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വൈപ്പണിയാൻ നിർത്താം. ഇനി മാർച്ച് 14 മുതൽ പെരുമ്പാവൂർ അടുത്ത കൺവെൻഷൻ, അതിന് പോകുന്ന വാക്ക് പറയുക. അത് എനിക്ക് ഉറപ്പല്ലേ? ആരെങ്കിലും എന്നെ വെല്ലുവിളിക്കുക, തമ്പുരാനെ വെല്ലുവിളി. അച്ഛനാണ് ഞാൻ, അവൻ്റെ മെസ്സഞ്ചർ മാത്രമാണ്, അവൻ്റെ ദൂതം മാത്രമാണ്. അവൻ പറഞ്ഞു വിട്ട് നിങ്ങളോട് പറയുക, അവൻ പറഞ്ഞു വിട്ട് നിങ്ങളോട് ഞാൻ പറയുക. ജെറമ്യാ പറഞ്ഞില്ല, എന്നെ ഇട്ട് തട്ടിക്കളിക്കുകയും മനുഷ്യന്മാരെല്ലാം കൂടെ. എൻ്റെ ഈ മനുഷ്യന്മാരിലെ വിഷയമില്ല. പിതാവ് പറഞ്ഞില്ലേ, തമ്പുരാനെ വിശ്വസിച്ച് തമ്പുരാനിൽ ആശ്രയിച്ച് ചുവട് വെക്കുന്നവൻ വീഴത്തില്ലെന്നേ. തമ്പുരാനിൽ ആശ്രയിച്ച് തമ്പുരാന്റെ വചന ഹൃദയത്തിൽ കൊണ്ട് നടന്ന് മുമ്പോട്ട് പോകുന്നവൻ അവനെ ഉന്തിയിടാൻ പറ്റത്തില്ലെന്നേ. ചേട്ടായിമാരെല്ലാം കൂടെ പറഞ്ഞു ഹല്ലേലൂയ വിളിച്ചേ. ഈ എസ്റ്റേറ്റ് ഒക്കെ അടച്ചിട്ടപ്പോ ഒരു മുദ്രാവാക്യം വിളിക്കാമല്ലോ, അങ്ങനത്തെ ഒരു മുദ്രാവാക്യം, ഒരു ഹല്ലേലൂയ മുദ്രാവാക്യം വിളിക്കാവോ?
നിങ്ങളങ്ങനെ ഒന്നും പോകുന്നില്ല. നിങ്ങൾ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളെ ബിലീഫ്, നിന്റെ അക്കൗണ്ടിന്റെ സിസ്റ്റം മാറും, നിന്റെ സാമ്പത്തിക ബാധ്യതകൾ മാറും, നിന്റെ വീട്. കഴിഞ്ഞ സാരം ഒന്ന് സാക്ഷ്യം പറയുന്ന കേട്ടില്ലേ? ഒരു പ്ലാസ്റ്റിക് കൂടും കൊണ്ട് പറഞ്ഞ വീട് ഒരു ചേച്ചി പറഞ്ഞതാ. ഭർത്താവ് അങ്ങനെ നടക്കുന്ന മനുഷ്യൻ, ആൾക്ക് വീടൊന്നും നടക്കണമൊന്നുമില്ല. ഇവർക്ക് 2-3 പെൺപിള്ളേരും ഉണ്ട്, വീടില്ല. ഈ ചേച്ചി എന്നാ പള്ളി വരുമ്പോൾ എന്നും അവിടുന്ന് ഒരു പിടി മണ്ണും വാരിക്കൊണ്ട് വരും. അച്ഛൻ വെഞ്ചരിക്കുമ്പോൾ ഈ മണ്ണ് പൊക്കി പിടിക്കും. വെഞ്ചരിപ്പ് കഴിഞ്ഞ് ഈ ഇത് പൊതിഞ്ഞ് കെട്ടി തിരിശേഷിപ്പ് കേട്ടുകൊണ്ട് വീടിനെ മുറ്റത്തിടും. ഈ ചേച്ചി പറഞ്ഞ സാക്ഷിയാണ്. ഒരു ചൊവ്വാഴ്ച തിരിച്ചു നിന്നപ്പോൾ ചേട്ടായി പണിക്കാരെ വിളിച്ച് എന്നാ പറയുന്നതിനാ, അതിൻ്റെ എന്നാ പറയുന്നത്, എന്നാ ആ ഫൗണ്ടേഷനില്ല, മറ്റേ ഈ ലൈൻ വാനം മാന്തതില്ല, അതിന് മുമ്പുള്ള ഈ ചരട് വലിക്കത്തില്ലേ, അതിരിക്കാമെന്നൊന്നുമല്ല പറയുന്നില്ലേ, ആ കുറ്റിയടിക്കുക. അതുവരെ കുറ്റിയടിക്കാൻ തുടങ്ങി. വന്നിട്ട് ഇവരെ വിളിച്ച് നിർത്തിട്ട് കുറ്റിയടിക്കുക. ചേച്ചി പറയുകയായിരുന്നേ, സാധാരണ കുടുംബങ്ങളെ നിങ്ങൾ ഈ വചനങ്ങൾ നിങ്ങൾ കണ്ടോ, വിളിച്ചെന്ന് ഭർത്താവിനൊന്നും ഉപദേശിക്കാനൊന്നും പോകണ്ട കേട്ടോ. ആരെയും കൈക്ക് പിടിച്ച് നാളെ വിളിക്കൊന്നും വേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകും. നാളെ തള്ളക്കോഴിയുടെ പുറകെ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി വരുന്ന കാഴ്ച കാണുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ വലതുകര ഉയർത്തുന്ന ചോദിച്ചേ ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ മക്കളുടെ കുടുംബത്തിൽ ഇപ്പോൾ ആശീർവദിക്കപ്പെടട്ടെ. ഇവിടെ കുടുംബത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന വ്യക്തികൾ ആശീർവദിക്കപ്പെടട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. ഇവിടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗക്കിടക്കയിൽ കിടക്കുന്നത് വന്നെങ്കിൽ ഈ രാത്രി മടങ്ങി ചെല്ലുമ്പോൾ അവ സൗഖ്യപ്പെട്ടത് കാണട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അടിസ്ഥാനം ഇളക്കും മക്കളെ. Foundations will be shaken, foundations will be broken upon which you are built. സങ്കട വീടാ, ചില വീടുകൾ സങ്കട വീടാ, ചില വീട് വഴക്ക് വീടുകളാ, ചില വീടുകൾ രോഗ വീടുകളാ, ചില വീടുകൾ കഷ്ടതയുടെ വീടുകളാ, ചില വീടുകൾ ദുരന്തങ്ങളുടെ വീടുകളാ, ചില വീടുകൾ അസമാധാനത്തിന്റെ വീടാ, ചില വീടുകൾ ദാരിദ്ര്യത്തിന്റെ വീടാ, ചില വീട് അപമാനത്തിന്റെ വീടാ, ചില വീടുകൾ ദുരന്തങ്ങളുടെ വീടുകളാ. വിശ്വസിക്കും മക്കളെ, ഈ 5 days പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അവിടെ 10-15 എണ്ണം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മലയിലിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അവർക്ക് ഇവിടുത്തെ ദേഷം കേൾക്കണോ? 5 ദിവസം ഈ ദേശത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു, രാവും പകലുമില്ലാതെ. നിങ്ങളിത് കഴിഞ്ഞിട്ട് പൊടിയും തട്ടി പോകും. കൂട്ടിയിട്ടിരിക്കുക. അവിടെ കുമാരനെടുത്ത് നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 10-15 എണ്ണം ഇരിപ്പുണ്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രാവും പകലും നിങ്ങളുടെ അടിസ്ഥാനം ഇളക്കിയിട്ട് പോകത്തുള്ളൂ. അടിസ്ഥാനം ഇളക്കിയിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഓരോ സുവിശേഷ ശുശ്രൂഷകളും ഇത് കർത്താവിന്റെ സൈന്യ കൂടാരം ഉയർത്തുന്ന ഒരു കാര്യമാണെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ദേശം കർത്താവ് സ്വന്തമാക്കാൻ പോവാ. ഈ ദേശം കർത്താവ് സ്വന്തമാക്കാൻ പോവാ. ഇനി ഇവിടെ ദുർമരണങ്ങൾ ഉണ്ടാവത്തില്ല, ഇനി ഇവിടെ പെടുമരണങ്ങൾ ഉണ്ടാവത്തില്ല, ഇനി ഇവിടെ മഹാവ്യാധികൾ ഉണ്ടാവത്തില്ല, ഇനി ഇവിടെ തകർച്ചകൾ ഉണ്ടാവില്ല, ഇനി ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഉണ്ടാവില്ല. കർത്താവ് പറഞ്ഞിരുന്നോ പറയണേ, ഞങ്ങളെ പൊട്ടനെന്നോ വട്ടനെന്നോ പ്രാന്തനെന്നോ വിളിച്ചു, കല്ലുണ്ടെങ്കിൽ എടുത്ത് എറിഞ്ഞു, എന്നാലും ഞാൻ ഇത് തന്നെ പറയും, 5 ദിവസവും പറയും. പുറപ്പാടിന്റെ പുസ്തകം ഒന്ന് വായിച്ചേ. പുറപ്പാടിന് കാരണം പറഞ്ഞു തരട്ടെ, അല്ല ചുമ്മാ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. പുറപ്പാടിന്റെ പുസ്തകം 23 ഒന്ന് വായിക്കാൻ വായിച്ചു. പുറപ്പാട് 23, പുറപ്പാട് 23 അല്ലേ? അതെ, നിങ്ങളുടെ ദൈവമായ കർത്താവിന്. പുറപ്പാട് 23:25. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിലുണ്ടാവില്ല. നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ്സ് നൽകും. ഈ 5 ദിവസം ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന 5 ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ഭക്ഷണ രീതികൾ മാറ്റാം. നോമ്പുകാലം കൂടിയത്, ഇത് നോയമ്പുകാലം കൂടിയാ. ദൈവം പുതിയ കാര്യങ്ങൾ, വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ. മന്ന, വാട്ട് ഈസ് ഇറ്റ്?
കുർബാനയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് മന്ന. ദൈവമേ നന്ദി എന്ന് പറഞ്ഞ യുക്രിസ്തി ഒന്നുമില്ല വിട്ടേനെ അന്ന് കുർബാനയ്ക്ക്. എന്തു പറ്റി? തിരിച്ചറിയാത്തത് തിന്ന തിരിച്ചറിയാതെ പോകും മക്കളെ. തിരിച്ചറിയാത്തത് തിന്ന തിരിച്ചറിയാതെ പോകും. മണ്ണും ശവവുമായിട്ട് മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുർബാനയെ നോക്കിയിട്ട് പറഞ്ഞു, എന്ത് ഇതെന്ത് ഇതെന്ത് ഇതെന്ത്? മക്കളെ, കുർബാനയെ നോക്കി ഞാനും നിങ്ങളും യേശുവേ നന്ദി എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് ആൾത്താരിൽ ഉയരുന്നതിന്റെ പേര് യുക്കരിസ്തിയോൺ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, എന്നോട് നിനക്ക് അലിവ് തോന്നിയല്ലോ, നീ എന്റെ ജീവിതത്തിൽ ഇടപെട്ടല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 80 വാക്യം 6 വാക്യം, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. അപ്പന്റെ മേശയെന്ന് ഭക്ഷണം കഴിക്കാൻ, അപ്പന്റെ മേശയെന്ന് ഭക്ഷണം കഴിക്കാൻ വിളി ലഭിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. വചനത്തിൽ 1-2 ദാഹം കണ്ടിട്ട് ഈ രാത്രിയിലെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു ദാഹം വായിച്ചിട്ട്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 21 അധ്യായം ഒരു പെൺകുട്ടിയുടെ കഥയാ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം പറയട്ടെ, കൊള്ളാവുന്നവൻ്റെ ഒന്നിൻ്റെയും പേര് ബൈബിളിലൊന്നുമില്ല. കൊള്ളാവുന്ന ഒരെണ്ണത്തിൻ്റെ പേര് മര്യാദയ്ക്ക് ബൈബിളിൽ എഴുതി വെക്കത്തില്ല. ബൈബിളിൽ പേരെഴുതിയവരൊക്കെ ദൈവം കൊള്ളിച്ചവരാ, ദൈവം കൊള്ളിച്ചവരാ. ഏത് കഥ വേണേ പിടിച്ചോ. അബ്രഹാത്തെ പിടിക്കണം, പിടിച്ചോ, സമയമില്ല പറയാൻ. മോശ പിടിക്കണോ, മോശ പിടിച്ചോ. ആരെ പിടിക്കണ്ടേ? ഈ ദാഹിക്കുന്ന പെണ്ണിൻ്റെ പേര് ഹാഗാർ. വേലക്കാരിയായിരുന്നു, യജമാനന്റെ കൂടെ കിടന്നു. വ്യഭിചാരം തന്നെയാണ്. ഈ കർത്താവിന് വ്യഭിചാരിണിയുടെ ഒക്കെ കൂടെ കൊടുത്തല്ലോ. എന്തിനാന്നറിയോ? ഈ ലോകത്തുള്ള ഒരൊറ്റ മുറിവ് പോലും ബൈബിളിൽ ഇല്ലാതെ പോകല്ലോ മക്കളെ. ഈ ലോകത്തിലുള്ള സകല മുറിവുകളും തമ്പുരാൻ ഉണക്കാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഈ പുസ്തകത്തിന്റെ ഒരു വശം മുഴുവൻ മുറിഞ്ഞ മനുഷ്യരും, ഈ പുസ്തകത്തിന് ഇങ്ങേപ്പുറത്ത് മുറിഞ്ഞൊരു ദൈവവും. ഇതിന്റെ ഒരു വശത്ത് മുഴുവൻ മുറിഞ്ഞ മനുഷ്യരും, ഇതിന്റെ ഒരു വശത്ത് മുറിഞ്ഞൊരു ദൈവവും. കാരണം സുഖപ്പെടുത്താനാവാത്തൊരു മുറിവില്ല മക്കളെ, നികത്താനാവാത്തൊരു തകർച്ചയില്ല. ഇതാണ് ഹോളി സ്പിരിറ്റ്. ഇത് വേറെ എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേറെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ചെയ്തതിനൊക്കെ കണക്ക് പറയാമില്ല നമ്മള് തന്നെ നമ്മളോട് കണക്ക് പറയുക. ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങളുടെ കണക്കുകൾ എത്ര തവണ എടുത്തവരാ നമ്മള്. കാരണം പിശാച് കൂടെ ഇരുന്ന് പറഞ്ഞുതരാ, എണ്ണ നീ കൊള്ളരുതാത്തവനാ, നീ ദുർഭകനായ മനുഷ്യനാ. പൊന്നു മക്കളെ, ഇന്ന് കഴുകിയെടുക്കാം. മാമോദീസ എന്ന കൂദാശ അടുത്ത ദിവസം കേൾക്കാം. മാമോദീസ എന്ന കൂദാശ നിന്നെ കഴുകി. that dirt is gone, that guilt is gone. hallelujah, hallelujah, hallelujah. ഹാഗാറിനെ ഒന്ന് കാണാം. ഹാഗാർ 21 അധ്യായം പറയുക. ശരി, നന്നായിട്ട് വായിച്ചോ, നല്ല രസമാണ് അധ്യായം വായിച്ചാൽ. നിൽക്കുക, തുകൽ സഞ്ചിയിൽ വെള്ളം, ഭയങ്കര രസമാണ് ബൈബിള് വായിച്ചാൽ. 14 അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും. ബൈബിളിൻ്റെ തുടക്കം മുതൽ ഈ കുർബാന ഉരുണ്ടുകൊണ്ടിരിപ്പുണ്ട് മക്കളെ. ബൈബിളിൻ്റെ ആദ്യം മുതൽ വിളമ്പുന്ന ഒരു കാര്യമാണ് കുർബാന അപ്പം. ഭക്തിയോടെ വേണമല്ലോ ബൈബിൾ വായിക്കാൻ. കുർബാനയിൽ ഞാൻ ഹാഗാറിനെ പഴച്ചവളെന്നൊക്കെ പറഞ്ഞെങ്കിൽ ക്ഷമിച്ചാക്കണം കേട്ടോ. ഞാൻ കാണുന്നത് കുറച്ചപ്പവും ഒരു മുറിഞ്ഞ ക്രിസ്തുവും. ഒരു കുറച്ചപ്പവും ഒരു മുറിഞ്ഞ ക്രിസ്തുവും. ഹാഗാർ is Christ. In Hagar there is Christ. Hallelujah. Hallelujah. അതുകൊണ്ട് അവൻ ജനിച്ചപ്പോൾ അവനിട്ട് കൊടുത്ത പേര് മനുഷ്യപുത്രൻ. അവനിട്ട് ബൈബിൾ ഇട്ട് കൊടുത്തിരുന്ന പേരാ. നിങ്ങളുടെ ക്രിസ്തുവിന് ദൈവം ഇട്ട് കൊടുത്ത, പരിശുദ്ധാത്മാവ് ഇട്ട് കൊടുത്ത പേരാണ് മനുഷ്യപുത്രൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹാഗാറല്ല, ഇത് ക്രിസ്തുവാ. നോക്കിക്കേ, അങ്ങനെ കുറച്ച് അപ്പം എടുത്ത്
ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചും കൊടുത്ത് മകനെ മേൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് പോയി ബർഷബ മരുഭൂമി പ്രദേശത്ത് അലഞ്ഞു നടന്നു. ബൈബിള് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ദൈവം ഇറങ്ങി നിന്ന ഒരു പള്ളിയുടെ പേര് ബർഷബ. ഈ വഴി കൂടെ പോകുന്ന സകല മനുഷ്യരും ആ കുരിശിന്റെ മുമ്പിൽ നിർത്തുന്ന എന്താണെന്നറിയാം? ഒരു സബ് കളക്ടർ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത്, അച്ഛാ ഞാൻ അതിലെ കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ എപ്പോഴും ഇറങ്ങുന്നൊരു സ്ഥലമാണ്. അവർക്ക് ദൂരേക്ക് കോട്ടയം കളക്ടറേറ്റ് ജോലി ചെയ്യുന്ന ആളാണ്. ഇല്ലെങ്കിൽ ഞാനും കൂടെ വന്നേനെ, കൺവെൻഷൻ കൂടാൻ വന്നേനെ. ഞായറാഴ്ച കുറച്ച് മക്കൾ കോട്ടയത്തൊന്നും വരുമായിരിക്കും. ഞാൻ പറഞ്ഞ് ഇഷ്ടമുള്ളവർ പോലെ ഒരു സ്പിരിച്വൽ പിക്നിക്കാണ്, ഇഷ്ടമുള്ളവർക്ക് ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് പേര് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒക്കെ മക്കളെ, ആ കുരിശ് പറഞ്ഞില്ലേ, അന്ന് ഏതോ അമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞ് നിർത്താതെ ഒരു രാത്രി മുഴുവൻ കരഞ്ഞപ്പോൾ തീ പിടിക്കുന്ന ചൂട് അതിൻ്റെ ദേഹത്ത് പനി തീയായിട്ട് മാറിയപ്പോൾ ഏതാശുപത്രിയിൽ പോകാനാ? അന്ന് ഒരമ്മ ഒരു കുഞ്ഞിനെയുമായിട്ട് ഈ കുരിശിൻ്റെ ചോട്ടിലെത്തി. ഈ ഹാഗാറ് വെച്ചതുപോലെ ആ കൊച്ചിനെ എടുത്ത് ആ കുരിശിൻ്റെ ചോട്ടിലോട്ടങ്ങ് ചേർത്ത് വെച്ചു. അത്ഭുതം പോലെ കൊച്ചിൻ്റെ നിലവിളി നിന്നു. അമ്മ കൊച്ചിനെ എടുക്കുമ്പം കൊച്ച് തണുത്തിരിക്കുക, കൊച്ച് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് പുഞ്ചിരിക്കുക. നിങ്ങൾക്കൊരു ബഹുമാനമൊന്നും ഇല്ലേ? കൈയടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കും മക്കളെ. കൈ നോവുന്ന പോലെ കൈയടിക്കാൻ പറ്റുന്ന കൈയടിച്ചാൽ കളിപ്പിന് കൈയടിക്കാൻ ഇവിടെ വേണ്ട. കർത്താവിന് റിയൽ പാർട്ടീസിനെ വേണ്ടത്. കടലിലിറങ്ങി ജീവൻ കളയുന്നവരെ അവൻ അപ്പോസ്തലന്മാരാക്കിയത്. കടലിലിറങ്ങി ജീവൻ കളയാൻ തയ്യാറുള്ളവരെ മതി കർത്താവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് കേട്ടിട്ടുള്ള ഈ ബലിസി ചോച്ചവൻ്റെ കഥ കേട്ടിട്ടില്ലേ? നിങ്ങൾക്കറിയാമല്ലോ. നീ മലയെ വന്നതുകൊണ്ട് എങ്ങാണ്ട് പോയിട്ട് ഏതാണ്ട് ഉടുക്ക് കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലുണ്ടല്ലോ, അറിയത്തില്ല ചൊല്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് ഞാൻ ഉടുക്ക് കൂട്ടിയാൽ ആ മിഷണറി അച്ഛന്മാരുടെ കാലിലെ ചോരയ്ക്ക് രോഗശാന്തിയുടെ വരവുണ്ടായിരുന്നു. വിജയവരൻ രൂപത. ദിസ് ഈസ് ചർച്ച്. അവന്റെ ചോരയ്ക്ക് രോഗശാന്തിയുടെ, പാപമോചനത്തിന്റെ, ശാപമോക്ഷത്തിന്റെ കരുത്തുണ്ട്. ഈ ചേട്ടൻ മാത്രം ഹല്ലേലൂയ പറയാൻ, നിങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഹല്ലേലൂയ പാ. ഒരു കുഴപ്പമില്ല ചേട്ടാ, ചേട്ടൻ വിളിച്ചു ഹല്ലേലൂയ. അതുപോലെ നമുക്ക് സ്വർഗം വെച്ച് നീട്ടി തന്ന പൊന്നിന്റെ കഥകളായി പറഞ്ഞുകൊണ്ടിരിക്കണേ. നോക്കിക്കേ, ഹാഗാർ തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോ അവള് കുട്ടിയെ കുറ്റിക്കാട്ടിൽ കിടത്തി. കുറ്റിക്കാട് Paradise is extended to കുട്ടിക്കാനം now. Paradise is extended to your home now. മലമോളിലിരിക്കുന്ന, എനിക്കറിയില്ല സ്ഥലത്തിൻ്റെ മുഴുവൻ പേരൊന്നും പറയാൻ അറിയത്തില്ല. വാഗമണ്ണില് ആ കൊച്ചു വീടില്ലേ, കുറച്ച് കാടിനടുത്ത് വെച്ചിരിക്കുന്ന വീട്, അതിന് ദൈവം ഇട്ടിരിക്കുന്ന പേര് പർദീസ് എന്നാ. നിങ്ങളെന്നെ ഇട്ടേക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങ് 20 ഏക്കറല്ലേ ആ കൊച്ചു വീടില്ലേ, ആ കുരുമുളക് തോട്ടത്തിനകത്ത് നിൽക്കുന്ന. അടുത്ത കാലത്ത് ആരാണ്ട് മരിച്ചു പോയൊരു വീട്. ആ വീടിന് ദൈവം കാവൽ നിൽപ്പുണ്ട് കേട്ടോ. ആ വീടിന് ദൈവം ഇട്ടിരിക്കുന്ന പേര്, ആ വീടിന് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പർദീസ് എന്നാ. പാരഡൈസ് ഈസ് എക്സ്റ്റെൻഡഡ്. ഈ രാത്രിയിൽ ഇത്രയും മകൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ അറിയോ? ഇത് പർദീസിയാ മകളെ. ഒരു ഹല്ലേലൂയ പറ. നമുക്ക് പെട്ടെന്ന് പോകാം, പറഞ്ഞ സമയമായി. കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരത്ത് നിന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവൾ വിളിച്ചു. കൺവെൻഷന് കഥയാ പറയണേ. ഇവിടെ ഇരുന്ന് ചങ്കു പറഞ്ഞ് ആരെങ്കിലും വിളിച്ച മാലാഖ പറന്നെത്തിയിരിക്കൂടെ, മാലാഖ പറന്നെത്തിയിരിക്കൂടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ഇവിടെ നിന്ന് കരഞ്ഞാല്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് ഇവിടെ ഇരുന്ന് നിങ്ങൾ കരഞ്ഞാല്, അല്ലെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയെ ഓർത്ത് ചങ്കുപൊട്ടി നിങ്ങൾ കരഞ്ഞാല്, ഈ രാത്രിയിൽ ദൈവദൂതൻ ഇറങ്ങി വരും മക്കളെ. ദൈവദൂതൻ ഇറങ്ങി വരും. തുടർന്ന് നീ വിഷമിക്കണ്ട ഹാഗാർ, ഡു നോട്ട് ബി അഫ്രൈഡ്, ഡു നോട്ട് ബി വറീഡ്. നീ വിഷമിക്കണ്ട, നീ ഭയപ്പെടണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അടുത്ത വാക്യം, ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കുവാൻ കൊടുത്തു. ദൈവം
ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവപൈതലേ, നിന്റെ ദാഹമൊക്കെ ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടിയാ. നിന്റെ കുറവുകളൊക്കെ ദൈവത്തെ കണ്ടുമുട്ടാൻ വേണ്ടിയാ. നിന്റെ തകർച്ചയൊക്കെ ദൈവം പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയാ. ദൈവം ഇടപെടാൻ വേണ്ടിയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഗാർ അബ്രഹാമിന്റെ വീട്ടിൽ അങ്ങനെ അടിച്ചു തളിക്കാരിയായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നിരുന്നെങ്കിൽ, സാഹായി എന്ന ഭീകര വീട്ടമ്മ അവളെ പറഞ്ഞ് വിട്ടില്ലായിരുന്നെങ്കിൽ, ദൈവമക്കള്, ജീവിതത്തിൽ ഇന്ന് നീ എവിടെ നിൽക്കുന്നുവോ ആ സ്ഥലത്തിന്റെ പേര് അൾത്താരി എന്ന്, ആ സ്ഥലത്തിന്റെ പേര് ബർഷബേ എന്ന്, ആ സ്ഥലത്തിന്റെ പേര് ദൈവത്തിന്റെ അൾത്താരി എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വചനം കൂടെ പറഞ്ഞ് ഇച്ചിരി കൂടെ മുമ്പോട്ട് പോകാം. എപ്പോഴാ പോണ്ടേ? പറ, നിങ്ങൾ പറ. അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പം പോണം വീട്ടിൽ? നാളെ ജോലിയുണ്ടോ? നാളെ വേല ഇരിക്ക. വേലയ്ക്ക് പോകണമാ? നാളേക്ക് ലീവ് പോട്ട് മുടിയുമാ? ശരി. എന്നാലും നാളേക്ക് വേണ്ട, ശനിക്കിഴമ ചിലപ്പോൾ. ഓക്കെ. ഹല്ലേലൂയ. ഒരു വചന ഭാഗം കൊണ്ട് നമുക്ക് ആരാധന ഇച്ചിരി നമുക്ക് കർത്താവിൻ്റെ ഒരു സെക്കൻഡ് മതിയില്ലേ അത്ഭുതം ചെയ്യാനായിട്ട്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം നിർത്തി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു ദാഹത്തിൻ്റെ കഥയും കൂടെ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നാളെ പുറകെ കിടക്കും. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് കുറച്ച് ഒരു സിലബസ് ഉണ്ട്, അത് കയറി പോകണമെങ്കിൽ ഞാനൊരു 8:25 മച്ചന്മാരെ നിർത്തിക്കൊള്ളാം. എന്നിട്ട് നമ്മൾ ആരാധനയിലൂടെ കയറും. നിങ്ങൾ 8:45 വിടണമെന്ന് പറഞ്ഞ് 8:50 ഞാൻ വിടും. 8:50 സ്റ്റോപ്പ്, ലാസ്റ്റ് ബ്ലെസ്സിങ് കഴിഞ്ഞു. അവസാനത്തെ പാട്ടും പാടിയിരിക്കും. 8:50 നിങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി. യോഹന്നാൻ്റെ സുവിശേഷം, ഒരു പെങ്കൊച്ചിനെ കാണുക. അനദർ വൂണ്ടഡ് വുമൺ, അനദർ വൂണ്ടഡ് പേഴ്സൺ. അവളിങ്ങനെ നിൽക്കുക. അവൾക്ക് കിട്ടുന്ന പേര് സമരിയാക്കാരി. കൂടുമില്ല, കുലവുമില്ല. അതാ സമരിയാക്കാരി. നിങ്ങൾക്കറിയോ സമരിയ എവിടെയാ? സമരിയ നടുക്ക് ഭാഗത്ത്, യൂഡയ താഴെ, ഗലീലി മോളില്. ഒരുത്തനും ആ മണ്ണിൽ കൂടെ കയറത്തില്ല. ഒന്നെങ്കിൽ ഈ ജോർദാൻ നദിയുടെ തീരെ കൂടെ പോകും, അല്ലെങ്കിൽ ചെങ്കടലിൻ്റെ തീരത്ത്. 2 വശം അതുണ്ട്. ഒറ്റ കുഞ്ഞും ചവിട്ടാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലം. വചനത്തിൽ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുക, അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഈ കുട്ടിക്കാനും കൺവെൻഷൻ എന്താണെന്നറിയോ? 3 കൺവെൻഷൻ നടന്നപ്പോഴാണ് ഇതിന് ഡേറ്റ് യോസിനെ വിളിച്ചു കൊടുത്തത്. ദൈവത്തിന് വേണ്ടിയിട്ടാണ് മക്കളെ. അവൻ കടന്നു പോകാനിരിക്കുന്നു. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, വ്യാഖ്യാനിക്കേണ്ടതാണ്. സിക്കാഹ്, ഷെക്കെമ, വേറൊരു അൾത്താര പണിത സ്ഥലമാണ്. ചങ്കിടിക്കുന്നുണ്ട് കേട്ടോ ഇത് പറയുമ്പോഴത്തേന്. വേറൊരു ദേവാലയം. ദൈവമക്കളെ, ദേവാലയങ്ങളിൽ നടക്കേണ്ട അത്ഭുതങ്ങളാണ്. സിക്കാഹ്, ഷെക്കെം ഉടമ്പടിയുടെ സ്ഥലമാണ്. ദൈവത്തോട് യോശുവ ഉടമ്പടി ചെയ്ത സ്ഥലം സിക്കാർ എന്ന പട്ടണം. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് കൊടുത്ത കിണർ. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് യാക്കോബ് കുത്തിയ കിണറിൻ്റെ കഥയെ പറയണേ. പൂർവ്വപിതാവായ യാക്കോബ് എന്തോ പിടിച്ച് വലിക്കുന്നുണ്ട് നമ്മളെ. എന്തോ പിടിച്ചു ദൈവങ്ങളെ, നമുക്ക് ഈ കുരിശ് നമ്മളെ വല്ലാതെ പിടിച്ച് വലിക്കുന്നുണ്ട്. പോട്ടെ. ആ കിണറിൻ്റെ കരയിൽ യേശു യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഇരുന്നു. യോഹന്നാൻ എഴുതുക കൃത്യമാണ്. കാരണം കൂടെ നടന്ന് ക്ഷീണമുണ്ടോ മിടിപ്പുണ്ടോ എന്നൊക്കെ അറിയുന്ന ശിഷ്യനെ എഴുതിയ. അവൻ തളർന്നു. ദൈവമക്കളെ, നമ്മുടെ തളർച്ച അത് ദൈവത്തിൻ്റെ തളർച്ചയായി മാറി. ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് വിട്ടേക്കാം. ചേച്ചിക്ക് നാളെ പണിക്കൊക്കെ പോകാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവളെ നോക്കിയ കർത്താവ് ക്ഷീണിച്ചിരിക്കുക. അവൻ കിണറിൻ്റെ വക്കിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 6 മണിക്കൂർ. ബൈബിൾ വായിച്ചിട്ടുള്ള നിങ്ങളോട് ഞാൻ 6 മണിക്കൂറിൻ്റെ കഥ പറഞ്ഞു തരണം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതി വെച്ചു. അപ്പോൾ 6 മണിക്കൂറായിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അവൻ കുരിശിൽ കിടന്ന മണിക്കൂർ, അവൻ സമരിയാക്കാരിയെ കണ്ടുമുട്ടിയത് കുരിശിലായിരുന്നു, കുരിശിൽ കിടന്നുകൊണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവൻ കാൽവരി കുരിശിൽ കിടന്നപ്പോ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന 6 ഒരുത്തനെ കൂട്ടിവെച്ചിരിക്കുന്ന ഒരുത്തിയെ കണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യോഹന്നാൻ എഴുതുക, അത് 6 മണിക്കൂറായിരുന്നു. 6 മണിക്കൂറായിരുന്നു. ഇതാ അവള് വന്നു. യേശു സമരിയാക്കാരിയായിരുന്നു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തരിക, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിക്കാൻ തരിക.
നീ യഹൂദനായിരിക്കെ ഞാനൊരു സമരിയാക്കാരി, നീ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. ദൈവവും പാപിയും തമ്മിൽ സമ്പർക്കമുണ്ടോ മക്കളെ? ദൈവവും പാപിയും തമ്മിൽ എന്തെങ്കിലും സമ്പർക്കമുണ്ടോ? അവനെ പറ്റി പറഞ്ഞു, അവൻ മദ്യപാനികളുടെ കൂടെ തോന്നിയാസികളുടെ കൂടെയൊക്കെ ഭക്ഷണം കഴിച്ച് നടക്കുന്ന നിങ്ങളുടെ ക്രിസ്തുവിനെ പറ്റി ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നതാ. ദൈവവും പാപിനെയും തമ്മിൽ, ദൈവവും പാപിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഈ രാത്രി നമുക്ക് പിടിച്ച് കയറണം മക്കളെ. ഈ രാത്രി നമ്മൾ കിടക്കുന്ന കുഴിയിന്ന് ആ കുരിശിന്റെ കവരയ്ക്ക് പിടിച്ച് നമുക്കൊന്ന് കയറണം മുകളിലോട്ട്. അതിനാ കുരിശിനൊരു കവരയുണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നേരെ ഒരു മരത്തിൽ അവനെ കെട്ടിത്തൂക്കിയാൽ മതിയായിരുന്നു. നേരെ ഒരു മരത്തിൽ അവനെ കെട്ടിത്തൂക്കിയാൽ മതിയായിരുന്നു. കുരിശിനൊരു കവര വെച്ചിരിക്കുന്നത്. ആ കവരെ പിടിച്ചെങ്കിലും നമ്മൾ കയറി അവന്റെ ഒപ്പമാകാൻ പേടിയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ പറഞ്ഞു. ഏകദേശം 6 മണിക്കൂർ നീയൊരു മക്കളെ അവനോട് ചേർന്ന മക്കളെ. രക്തസ്രാവമായിരുന്നു അവളുടെ രോഗം. അവളുടെ രോഗം രക്തസ്രാവമായിരുന്നു. സമൂഹത്തിൽ വരാൻ പാടില്ല യഹൂദ നിയമത്തില്. സമൂഹത്തിൽ വന്നെന്ന് മാത്രമല്ല, പോയി ഒരു ഗുരുവിനെ പോയി തൊടുക അവള്. ഒരു ഗുരുവിനെ പോയി തൊടുക അവള്. വിശുദ്ധിയെ പോയി തൊട്ടാൽ അശുദ്ധി വിശുദ്ധിയാകുമെന്ന യഹൂദ പാരമ്പര്യം. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലും ഉണ്ട് മക്കളെ. വിശുദ്ധിയെ പോയി അശുദ്ധി തൊട്ടാൽ അശുദ്ധി വിശുദ്ധിയായി മാറുമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറയാ, നീ എന്താ എന്നോട് ചോദിക്കണേ? കർത്താവ് വെളിപാടുകൾ ആരംഭിക്കാം ഈ രാത്രിയിൽ. കുഞ്ഞുമക്കളെ, ഇവിടെ വെളിപാടുകൾ ആരംഭിക്കണം. വെളിപാടുകൾ നിങ്ങൾ പഠിച്ച പുസ്തകത്തിൻ്റെയോ നിങ്ങളുടെ ഡിഗ്രിയുടെ കാര്യമല്ല അച്ഛൻ പറയണേ. ഈ പാവം പിടിച്ച പെണ്ണിനെ പോലെ നിങ്ങൾ നിന്നാൽ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വെളിപാട്. പിതാവ് വ്യാഖ്യാനിച്ചില്ലേ ആമോസിൻ്റെ 8 വാർതി. ബൈബിളൊന്നും ആരും കത്തിച്ച് കളയാൻ പോകുന്നില്ല മക്കളെ. ദൈവവചനത്തിൻ്റെ വിശപ്പും ദാഹവും പറഞ്ഞില്ല. എന്താ അതിൻ്റെ അർത്ഥം? ദൈവവചനം. കാരണം ഇത് ഉരുകണം. ഇത് ഉരുകാത്തൊരു കാലം വരിക. ഇത് വായിച്ചാലൊന്നും മനസ്സിലാകാത്തൊരു കാലം വരിക. ഇത് പ്രസംഗിച്ചാലൊന്നും അഭിഷേകമാകാത്തൊരു കാലം. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ലോകാവസാനം വരെ അച്ഛന്മാരുണ്ടാവും. ലോകാവസാനം വരെ ബൈബിൾ കൺവെൻഷനുകൾ ഉണ്ടാവും. ലോകാവസാനം വരെ ഇനി ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടാവും. ലോകാവസാനം വരെ ദേവാലയങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് ഒഴുകത്തില്ല മക്കളെ. ഇത് ഒഴുകാൻ തുടങ്ങണം. ഈ ബൈബിളിൽ നിന്ന് വചനം ഒഴുകാൻ തുടങ്ങണം. ഈ ബൈബിളിൽ നിന്ന് അഭിഷേകം ഒഴുകാൻ തുടങ്ങണം. അതിന്റെ പേരാ വരൾച്ച. ഇതിൽ നിന്ന് ഒഴുക്കില്ലാത്ത കാലത്തിന്റെ പേരാ ആമോസ് പറഞ്ഞത് വരൾച്ചയുടെ കാലമെന്താ? ഇത് ഒഴുകാൻ തുടങ്ങിയാൽ ഇത് കുടിക്കാൻ തുടങ്ങും ദൈവമക്കള്. ഇത് ഒഴുകാൻ തുടങ്ങിയാൽ ഇത് കുടിക്കാൻ തുടങ്ങും മക്കള്. ഇത് കുടിക്കാൻ തുടങ്ങുമ്പോ മക്കൾ പിന്നെ തളരാതിരിക്കും. ഇത് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മക്കൾ പിന്നെ മരിക്കാതിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. യേശു പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും. പൊന്നുകുഞ്ഞെല്ലാം മറക്കും നിങ്ങൾ. ഈ ഒരു വാക്യം മാത്രം ഓർത്തേ. ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞവൻ ആരെന്നും. 2 കാര്യങ്ങൾ. വാട്ട് ദ ലോർഡ് ക്യാൻ ഡു ഫോർ മീ. എൻ്റെ ദൈവത്തിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നൊന്ന് ധ്യാനിക്കുന്ന എൻ്റെ പൗരോഹിത്യത്തിലേക്ക് എൻ്റെ ദൈവത്തിന് എന്ത് തരാൻ പറ്റും. 5 ദിവസം എനിക്ക് ഒരുപാട് ബഹുമാനം ഇവിടുത്തെ അച്ഛന്മാരോട് തോന്നി. എന്തൊരു സ്നേഹത്തോടെ അവർ നിൽക്കുന്നത്, എന്തോരം തീഷ്ണതയോടെ അവർ നിൽക്കുന്നത്, എന്തോരം ആവേശത്തോടെ അവർ നിൽക്കുന്നത്. ഒത്തിരി തിരക്ക്, ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ഞാനത് മാറ്റി വെക്കാമെന്ന് പറഞ്ഞ സത്യത്തിൽ. കാരണം കോൺസെൻട്രേഷനും ഡേറ്റും എല്ലാം കൂടെ വന്നിട്ട് ഇവരെല്ലാം അതിന് പുറകെയായിരുന്നു. ഞാൻ മാറ്റി വെക്കാമെന്ന് പറഞ്ഞതാ. അപ്പം ജോസ്യം പറഞ്ഞു, വേണ്ട, നമുക്ക് ചെയ്യാം. ദൈവം നിശ്ചയിച്ചത് നമുക്ക് മാറ്റി വെക്കാനും പറ്റത്തില്ലല്ലോ. ദൈവങ്ങൾ അവരെന്ത് തീഷ്ണതയോടെ ഇത്രയും വൈദികർ ആൾക്കാർ ഒന്നിച്ചെന്ന് കുർബാനയ്ക്ക് കൂടിയ ആ കുർബാന മതി. പൊന്നുമക്കളെ, നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത്രയും അച്ഛന്മാര് പിതാവിന്റെ കൂടെ നിന്ന് ചൊല്ലിയ ആ കുർബാന മതി. ദേശം രക്ഷപ്പെട്ടു. ഭയങ്കര സന്തോഷം. ചങ്കുപൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ആനന്ദമായിരുന്നു ഈ ആൾക്കാരെ നിന്നപ്പോ. ദൈവം തരുന്ന ഫ്രീ ഗിഫ്റ്റ് അല്ലേ മക്കളെ. ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും
ആവശ്യമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവങ്ങൾ എഴുന്നേറ്റേ, നമ്മളിനി ഒരു ആരാധനയ്ക്ക് കയറാൻ പോവാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയിൽ ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീഴിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു. ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വരുന്ന വിഷയങ്ങൾ ബഹുമാനുള്ള അച്ഛന്മാർ നാൽത്താരയിലോട്ട് വന്നാൽ ഒരു ആശീർവാദമായിരുന്നു. ബഹുമാനുള്ള അച്ഛന്മാർ വരാമെങ്കിൽ നാൽത്താരയിലേക്ക് വന്നാൽ അത് വലിയൊരു ആശീർവാദമായിരിക്കും. പ്രിയപ്പെട്ട അച്ഛന്മാർ ദേവിയത് വരാൻ പറ്റുമെങ്കിൽ നാൽത്താരയിലേക്ക് വന്നാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും, വലിയൊരു ആശീർവാദമായിരിക്കും. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം ഒന്ന് കരങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എല്ലാ അച്ഛന്മാർക്കും വരാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാ അച്ഛന്മാരും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു അഭിഷേകം ഈ ആൾക്കാരെ നിന്ന് ഈ മക്കൾക്ക് വേണ്ടി നമുക്കത് കരഞ്ഞ് ഇവരൊന്ന് അനുഗ്രഹിക്കാൻ. നിങ്ങൾ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, നിങ്ങൾ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും. പൗരോഹിത്യത്തിന് അധികാരമായത് സ്വർഗരാജ്യത്തിന്റെ താക്കോല് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുക. ഈ മക്കൾക്ക് വേണ്ടി സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറന്ന് ആ സ്വർഗീയ ഭണ്ഡാരത്തിലുള്ള അഭിഷേകങ്ങൾ ഈ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന അത്ഭുത നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദൈവങ്ങള് ഈ സമയത്ത് ദിവ്യകാരുടെ നാഥൻ എഴുന്നള്ളി വരുന്ന നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങൾ ഉയർത്തി ദൈവമക്കളൊന്ന് വിളിച്ച് ഈശോയേ, ഈശോയേ, ഇരുകരങ്ങൾ നീട്ടി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ചോര ചിന്തിയ കർത്താവ് ഇരുകരങ്ങളിൽ ഈശോയേ, ഈശോയേ, ഈശോയേ. ഹീരാ 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 ഹീരാ. ഈശോയേ, കരഞ്ഞു പ്രാർത്ഥിച്ച മകളെ ഈശോയേ, ഈശോയേ, ദൈവമേ, അതൊന്ന് പൗരോഹിത്യകാലത്ത് പരിശുദ്ധ സഭയോട്, ഫ്രാൻസിസ് പാപ്പായോട്, അഭിനന്ദ സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മ, കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങൾ, എല്ലാ ദുഃഖങ്ങൾ, എല്ലാ ശാപങ്ങൾ, എല്ലാ ബന്ധനങ്ങൾ, എല്ലാ കെട്ടുകൾ, എല്ലാ നിരാശകൾ, എല്ലാ എല്ലാ പരാജയങ്ങൾ ഈ മക്കള്, ഇവരുടെ കുടുംബങ്ങൾ, ഇവരുടെ പ്രിയപ്പെട്ടവർ വിട്ടൊഴിഞ്ഞു പോകട്ടെ, വിട്ടൊഴിഞ്ഞു പോകട്ടെ, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ചങ്ങലഴിയട്ടെ യേശുവിന്റെ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ, ലിവറിന്റെ അസുഖങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ഓ കർത്താവായ ഈശോയുടെ തിരിച്ചോരിയ ഈ മക്കളെ അഭിഷേകം ചെയ്ത് ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി വിളിച്ചോയേ, ഈശോയേ, ഈശോയേ,
ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ചില ദുരന്തങ്ങൾ, കുടുംബത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ, ആരോടും പറയാൻ പറ്റാത്ത ചില തകർച്ചകളിൽ നിൽക്കുന്ന മക്കള് ഈ സമയത്ത് ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വേദനിക്കുന്നവര് വിളിച്ച് പ്രാർത്ഥിച്ച മക്കള് അത്ഭുതകരമായ വിടുതൽ ഇവിടെ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ചില ജീവിതങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇപ്പൊ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച മക്കള് ചില ശാപത്തിന്റെ മേഖലകള്, മരണങ്ങള്, വീടുകള് ഈ സമയത്ത് അത്ഭുതകരമായ വിടുതൽ ഇപ്പൊ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ ഒരാളുടെ രോഗം മാറി കഴിയുമ്പോൾ അടുത്ത ആൾക്ക് രോഗം വരുന്ന ചില അവസ്ഥകള്, എപ്പോഴും വീട്ടിൽ രോഗിയായിരിക്കുന്ന അവസ്ഥകള്, നിരന്തരം ഹോസ്പിറ്റലിൽ കയറേണ്ട അവസ്ഥകളിലുള്ള മക്കള്, ഈശോത്തെ ഏതാനും കുടുംബങ്ങള്, ഏതാണ്ട് 60-ലധികം കുടുംബങ്ങളെ ഈശോ ഇപ്പൊ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വാഹന അപകടത്തില് പരിക്കേറ്റ് കഴിയുന്ന ഒരു മകനെ ഈശോ ഈ സമയത്ത് അത്ഭുതകരമായ സൗഖ്യം നൽകുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങൾ, യൂറിനറി സംബന്ധ രോഗങ്ങൾ, കൺട്രോളില്ലാതെ യൂറി പോകുന്ന അവസ്ഥകളുള്ള മക്കള്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകള്, കിഡ്നി സംബന്ധ രോഗങ്ങളുള്ള 20-ലധികം മക്കൾ സൗഖ്യം പ്രാപിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. നിലവിളി കർത്താവ് കേട്ടിരിക്കുന്നു. കുഞ്ഞിന്റെ നിലവിളി കർത്താവ് കേട്ടിരിക്കുന്നു. ഇതാ കർത്താവ് തന്റെ ദൂതനെ അയക്കുന്ന നിമിഷങ്ങൾ. കുർബാനയിലേക്ക് നോക്കിയ മകളെ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരുക്കിയ വിശുദ്ധ ദിവസങ്ങൾ. ഇതാണ് സ്വീകാര്യമായ സമയം. നീ ഒന്ന് വാവിട്ട് നിലവിളിക്കണം കർത്താവിന്റെ മുമ്പിൽ. ഇതാ 10 ദിവസം അവ പുറത്തു പോയി പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ തിരുവചനം എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് കണ്ണുകൾ അടച്ച ഈ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കിക്കും. അത്ഭുതകരമായ ഒരു വിടുതൽ തരാൻ പോവാ. ദൈവമക്കളെ, ഈജിപ്തിലെ ജനം ദുർഗന്ധം വമിക്കുന്ന ജലത്തിൽ നിന്ന് കുടിക്കാൻ വയ്യാതെ, ചോര കലങ്ങിയ വെള്ളം കുടിക്കാൻ വയ്യാതെ നിൽക്കുമ്പോ ഇസ്രായേൽ മക്കൾക്ക് കുടിക്കാനായിട്ട് ദൈവം ചാല് കീറിയെന്ന. ഇസ്രായേൽ മക്കൾക്കൊരു പുതിയ ചാല്. ഇസ്രായേൽക്കാരൻ കോരിയാലത് കുടിക്കുന്ന വെള്ളം, ഈജിപ്തുകാരൻ കോരിയാലത് ദുർഗന്ധം വമിക്കുന്ന ചോര വെള്ളം. ദൈവ പൈതലെ, ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിലൂടെ കർത്താവ് ഒരു നദി ഒഴുക്കുക, ഒരു അത്ഭുതകരമായ കൃപയൊഴുകുക. ആഗ്രഹിച്ച മക്കളെ, ആഗ്രഹിച്ച് ഒരുപാട് ഭാരപ്പെട്ട് നിൽക്കുന്ന മക്കള്, ചില കുറ്റബോധങ്ങൾ, കർത്താവ് കുറ്റബോധം ഒരുപാട് കാണിക്കുന്നുണ്ട്. നിന്റെ കുറ്റബോധങ്ങൾ ഈ രാത്രിയിൽ കർത്താവ് എടുത്ത് മാറ്റുക. കുഞ്ഞ്, അവനെ തൊട്ടവര്, അവനെ തൊടാൻ ആഗ്രഹിച്ചവര്, അവരൊക്കെ ശുദ്ധരായെന്നേ, അവരൊക്കെ ശുദ്ധരായെന്നേ. നിങ്ങൾ ദൈവങ്ങളാണെന്ന്, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവനെ സ്വീകരിച്ചവർക്കൊക്കെ ആഗ്രഹിച്ച് എനിക്ക് ഈശോയെ വേണം. ഈ 5 ദിവസങ്ങള് കർത്താവിന്റെ ദിവസങ്ങളായിരുന്നു. ദൈവകൃപയുടെ ദിവസങ്ങളാ, അഭിഷേകത്തിന്റെ ദിവസങ്ങൾ. ആഗ്രഹിക്കും മക്കൾ, രോഗികളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ കൂട്ടായ്മ നിപ്പുണ്ടെങ്കിൽ ഈ സമയത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രോഗപീഠയുള്ള ശരീരഭാഗത്ത് ഒരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗികളായിട്ട് കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുരിശടയാളം വരച്ച് അവരുടെ മുഖം കണ്ടൊന്ന് പ്രാർത്ഥിച്ച് വിശ്വസിക്കുന്നെങ്കിൽ ഈ രാത്രി ചെല്ലുമ്പോൾ നീ ഒരു വിസ്മയം കാണാൻ പോവാ. പുതിയ വഴികൾ കാണിക്കുന്നത് പ്രകാശമാനമായിട്ട്. ഇപ്പോൾ ഈ ഹൈറേഞ്ചിലെ വഴികൾ പോലെ വല്ലാതെ ലൂമിനസ് ആയിട്ട് നിൽക്കുക. ഒരു വഴിയിലൂടെ ഒരു വണ്ടി പോകുമ്പോൾ പ്രകാശം തെളിയുന്നത് പോലെ വഴികൾ കർത്താവ് കാണിച്ചു തരും. ഒരുപാട് പ്രതിസന്ധികളിലായിരുന്നു മക്കള്, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുമായിട്ട് വന്ന മക്കള്, ഒരു വല്ലാത്ത ദുരന്തത്തിലായിരുന്ന ദൈവ പൈതല. ഈശോയെ, 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 ഭക്തിയാവണമെന്ന് സാഷ്ടാംഗം വീണുന്ന ഏറ്റം
നോക്കിയപ്പോൾ ഒരു കിണർ, ആ കിണറ്റിൽ നിന്ന് കോരിയെടുത്തു തന്റെ കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തു. സ്തോത്രമുണ്ടാകണം നിത്യകാലം. ശക്തി മാർന്നു വാഴുക ത്രിത്വൈക നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ ഗൂഢാശയങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അങ്ങേ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിരുരഹസ്യങ്ങൾ എന്നും കൊണ്ടാടുവാൻ അനുഗ്രഹമല്ലണമെന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി സ്വരമുയർത്തി എല്ലാം മറന്ന് ഈശോയെ മാത്രം കണ്ട് തുറക്കുന്ന നിമിഷം ഇത് കർത്താവിന്റെ നദി ഭൂമിയിലേക്ക് മാറ്റുന്ന കർത്താവ് ഈശോയെ ഇരുകരങ്ങൾ അത്ഭുത ഉണ്ടാവട്ടെ. ശാപങ്ങൾ തടസ്സങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ചോരയിൽ മുക്കുന്ന കർത്താവ് അങ്ങനെ തിരുമുഖങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് അങ്ങനെ തിരുവിലാവിലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ പൊന്നു മക്കളെ ഒന്ന് കാണണേ കർത്താവേ. ഈ രാത്രികാലത്തില് ഈ സന്നിധിയിൽ അങ്ങനെ തിരുസന്നിധിയിലായിരിക്കുന്ന മക്കള് ഈശോയെ 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 കുർബാനയിലേക്ക് നോക്കിക്കുക മക്കളെ. കുർബാനയിലേക്ക് നോക്കിക്കുക. നിന്റെ ജീവിതത്തിന്റെ വഴിയിൽ ദൈവം നിൽക്കുക. സമരിയായിലൂടെയായിരുന്നു അവന് കടന്നു പോകേണ്ടിയിരുന്നത്. അവൻ ലക്ഷ്യമായാലും വന്ന് നിൽക്കുക. അവൻ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ കുഞ്ഞെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിൽ ഹൃദയം കൊണ്ട് പറയ സംസാരിച്ചു. വിശ്വസിച്ചു. കർത്താവിന്റെ ആത്മാവ് ഇതുപോലെ സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ പേര് നദിയാക്കി മാറ്റുമെന്ന് പറഞ്ഞ കർത്താവ് ഈ രാത്രികാലത്തെ ആശീർവദിക്കുന്ന കർത്താവ്. പൊടിക്കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്ന അമ്മമാര്, ദീർഘദൂരം യാത്ര ചെയ്ത് വന്നവര്, ഓ ദൈവമേ, അനേക സന്യസ്തരും ഈ കൂട്ടായ്മയിൽ ഇരിപ്പുണ്ടല്ലോ കർത്താവ്. പലതരം കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, പലതരത്തിലുള്ള കാര്യങ്ങൾ. ഈ അച്ഛന്മാരൊക്കെ എന്തോരം ദൂരം പോകാനുള്ളവരാണ്. ഓ ദൈവമേ, തിരിച്ചോരം കൊണ്ട് വിശുദ്ധ കുരിശിന്റെ മുദ്ര ഈ മക്കളുടെ മേലിടുന്നു, ഇവരുടെ ജീവിതങ്ങളുടെ മേലിടുന്നു. ഓ കർത്താവേ, ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാവട്ടെ. നാളെ ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ വൈകുന്നേരമുള്ള ശുശ്രൂഷയ്ക്ക് അനേകായിരങ്ങൾ കടന്നു വരുവാൻ കർത്താവ് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ പടരുവാൻ അങ്ങ് അനുവദിക്കണമേ. ലോകമെമ്പാട് വരുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ, അഭിഷേകങ്ങൾ ഒഴുകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. 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 ആമേൻ.